നമസ്തേ. ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ കേവലം 8% മാത്രമുള്ള ഒരു വിഭാഗം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയുമാണ്. അവർ ഹിന്ദുക്കളായി ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്നതാണ് അപരാധം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ബുദ്ധിസ്റ്റുകളുടെയും ആരാധനാലയങ്ങൾ വ്യാപകമായി തകർക്കപ്പെടുകയാണ്. വിഗ്രഹങ്ങൾ തച്ചുടക്കപ്പെടുന്നു. ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും കൂട്ടമാനഭംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. പുരുഷന്മാരുടെ മൃതദേഹങ്ങളോട് പോലും കാടത്തം കാട്ടുന്നു. തൊഴിൽ സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള കോടതി വിധിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എങ്ങനെയാണ് ഹിന്ദു വംശഹത്യയിലേക്ക് വഴിമാറിയത്? ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമായി അത് മാറിയതെങ്ങനെയാണ്? ആരുടെ കറുത്ത കരങ്ങളാണ് ഇതിന് പിന്നിൽ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മറവിൽ മൗദൂദി സംഘടനകൾ രാജ്യത്ത് കലാപമഴിച്ചു വിട്ടത് ആരുടെ ചരട് വലിയെ തുടർന്നാണ്? തീർന്നില്ല. ഗാസക്കും ഹമാസിനും ലക്ഷദ്വീപിനും മണിപ്പൂരിനും വേണ്ടി കേരളത്തിലിരുന്ന് വിലപിക്കുകയും അവർക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചെയ്ത കേരളത്തിലെ സോക്കോൾഡ് ഇടത് വലത് പക്ഷ ജനാധിപത്യ മതേതരവാദികൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനം ഡിബേറ്റ് വളരെ ഗൗരവത്തോടെ ചോദിക്കുകയാണ്. ബംഗ്ലാ ഹിന്ദുക്കൾ മനുഷ്യരില്ലേ? അവരെ കാണാതെ പോകുന്നത് മനുഷ്യത്വരഹിതമല്ലേ? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, റിട്ടയർഡ് ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നാണ് നമ്മുടെ ഇടത് ജഹാദികളുടെ അഭിപ്രായം. അതിശയോക്തി കലർത്തി കാണിക്കുന്നു എന്നാണ് ആക്ഷേപം. നമുക്ക് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. മൃഗീയം എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് അപമാനകരമാകും. മതം നോക്കാതെ ഇസ്കോൺ അവരുടെ ക്ഷേത്രങ്ങളിൽ വിളിച്ചിരുത്തി ഊട്ടിയവരാണ് തിരിഞ്ഞു കുത്തിയിരിക്കുന്നത്. ഈ അതിക്രമങ്ങളുടെയും സമാനതകളില്ലാത്ത ക്രൂരതകളുടെയും നേർചിത്രങ്ങൾ ഈ സംവാദത്തിൻ്റെ തുടക്കത്തിൽ താങ്കൾ അവതരിപ്പിക്കുന്നത് നന്നാകുമെന്ന് തോന്നുന്നു. ശ്രീ RV ബാബു. ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ ലോകത്ത് സമാനതകളില്ലാത്ത രീതിയിലുള്ള ഈ അടുത്ത കാലത്ത് ഒക്കെ എങ്കിലും സമാനതകളില്ലാത്ത രീതിയിലുള്ള അക്രമം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി, കേരളത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. എന്തെല്ലാം അക്രമങ്ങളാണ് അവർ നേരിടുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇന്നോ ഇന്നലെയോ മറ്റോ ആണ് മാതൃഭൂമി അത്തരത്തിലൊരു വാർത്ത ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളൊക്കെ ബംഗ്ലാദേശിലെ അക്രമങ്ങൾ ഒരു വാർത്തയായിട്ട് അങ്ങ് പോകുന്നു. വിശദമായ ചർച്ചകൾക്കോ അത് കാണിക്കാനോ ഒന്നും തയ്യാറല്ല. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് അവരുടെ പ്രസ്താവന വന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അത് BBC അടക്കം, റോയിട്ടേഴ്സ് അടക്കം, അല്ലെങ്കിൽ അതേപോലുള്ള അൽ ജസീറ തുടങ്ങിയ TV പോലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന എത്നിക് ക്ലീൻസിങ്ങിനെ സംബന്ധിച്ച്, വംശഹത്യക്കെതിരെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ അവർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ യൂണിറ്റി കൗൺസിൽ, ആ കൗൺസിലിൻ്റെ ആളുകൾ പത്രക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞു. അവർ എന്തൊക്കെയാണ് 200-ലേറെ ആക്രമണങ്ങൾ 29 ജില്ലകളിലായിട്ട് ഹിന്ദുക്കൾക്ക് നേരെ, ക്രിസ്ത്യാനികൾക്ക് നേരെ, ബുദ്ധർക്ക് നേരെ നടക്കുന്നു.
നിരവധി സ്ത്രീകൾ മാനഭംഗത്തിനിരയാകുന്നു, നിരവധി സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, 15-ലേറെ ക്ഷേത്രങ്ങൾ ചുട്ടുചാമ്പലാക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ, നൂറുകണക്കിന് അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു, നൂറുകണക്കിന് അഭയാർത്ഥികൾ. അപ്പൊ ഇതെല്ലാം പച്ചയ്ക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. നമ്മൾ ആയിരക്കണക്കിന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നു. എന്തിന്? ഇപ്പോ ഇന്ററിം ഗവൺമെന്റിന്റെ ചുമതലയിട്ട മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവന വന്നു, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നത് അവസാനിപ്പിക്കണം. ഇത് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ആണ്. അപ്പൊ എന്നിട്ടും ഇതെല്ലാം പെരിപ്പിച്ച് കാണിക്കുന്നതാണ്, അതിശയോക്തിപരമാണ് എന്ന് പറയുന്നവർ എല്ലാ കാലത്തും അവരുടെ നിലപാട് അങ്ങനെയാണ്. മലബാർ മാപ്പിള ലഹളക്കാലത്ത് ആ മാപ്പിള ലഹളയെ കുറിച്ച് പറയുമ്പോൾ അവര് ആ ലഹളക്കാരെ ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യും. ടിപ്പുവിന്റെ ആക്രമണത്തിനെ കുറിച്ച് പറയുമ്പോൾ ടിപ്പുവിനെ മഹാനായിട്ട് ചിത്രീകരിക്കും. എന്തിന്? ഔറംഗസീബിനെയും ഖിൽജി രാജവംശത്തെയും മുഗള ഭരണകൂടത്തെയും ഒക്കെ വെള്ളപൂശുന്ന ആളുകളാണ്, അതേ മനോഭാവം ഉള്ള ആളുകളാണ് ബംഗ്ലാദേശില് ഒരു അക്രമവും നടക്കുന്നില്ല, ഇതെല്ലാം പെരിപ്പിച്ച് കാണിക്കുന്നതാണ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ബംഗ്ലാദേശ് ഭരണകൂടം തന്നെ ഈ അക്രമങ്ങളെ അവര് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് നിർത്തണം എന്ന് അക്രമകാരികളോട് പറയുമ്പോൾ അതിനെയൊക്കെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവര് ഈ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നവരാണ്, തീവ്രവാദികളുടെ ഫണ്ട് കൈപ്പറ്റുന്നവരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷ സമുദായം ബംഗ്ലാദേശിൽ 8% ഹിന്ദു ജനസംഖ്യ. വളരെ വളരെ മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമാണ് ക്രൈസ്തവര്, ബൗദ്ധര്. ഇങ്ങനെയുള്ള ആളുകൾ അക്രമത്തിന് ഇരയാകുന്നത് കാണാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ കണ്ണില്ലാത്തത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ, അത് പാർലമെന്റിൽ തന്നെ അനുരാഗ് ഠാക്കൂർ ചോദിച്ചു, ഇപ്പൊ ഗാസയില് അങ്ങ് 2500-3000 കിലോമീറ്റർ അകലെയുള്ള പാലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവര്, ഗാസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവര്, എന്താ ഈ തൊട്ട അയൽവക്കത്ത് നമ്മുടെ തന്നെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്, 47 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്, ആ 47 വരെ നമ്മുടെ സ്വന്തം ജനതയായിരുന്നല്ലോ അവർ. അവർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ ഒരക്ഷരം പറയാൻ, ഇപ്പൊ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എക്സിൽ കുറിച്ച രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഒരക്ഷരം അതിനോട് ചേർത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരക്ഷരം പറഞ്ഞില്ല. എന്തിന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറായിട്ടുള്ള ആള് പ്രദീപ് കുമാർ ഭൗമിക് അവിടെ കൊല ചെയ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അതേ സമയത്ത് ആനി രാജ ഡൽഹിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം നടത്തുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാരും ബംഗ്ലാദേശിലെ അക്രമത്തിനെതിരായി ന്യൂനപക്ഷ സമൂഹമാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്, ഏകപക്ഷീയമായാണ് ആക്രമിക്കപ്പെടുന്നത്, സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ആക്രമിക്കപ്പെടുന്നത്. പച്ചയോടെ അവരെ ചുട്ടുകരിക്കുകയാണ്, അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുകയാണ്, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുകയാണ്. ആനന്ദ് രാഹുൽ എന്ന് പറയുന്ന സംഗീതജ്ഞൻ, അനിൽ നമ്പ്യാരെ, ആനന്ദ് രാഹുൽ എന്ന സംഗീതജ്ഞൻ, 140 വർഷം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ച ആളല്ല. അദ്ദേഹം പേര് കേട്ട ഒരു സംഗീതജ്ഞനാണ്, ഒരു ഫോക്ക് സിംഗറാണ്. അദ്ദേഹത്തിന്റെ വീട് കത്തിച്ചാമ്പലായി. അദ്ദേഹത്തിന്റെ 3000-ഓളം വരുന്ന സംഗീത ഉപകരണങ്ങൾ, അങ്ങേറ്റം ആന്റിക്യൂ വാല്യൂ ഉള്ള, പുരാതന മൂല്യമുള്ള ആ സംഗീത ഉപകരണങ്ങൾ അടക്കം കത്തിച്ചു കളഞ്ഞു. എന്തിന്റെ പേരിലാണ്? അപ്പോ വളരെ ആസൂത്രിതമായി ഇത്തരത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്ന ഒരു നാടായിട്ട് ബംഗ്ലാദേശ് മാറി. ഞാൻ അനിൽ നമ്പ്യാർ അത് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിനു വേണ്ടി പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗം ബംഗ്ലാദേശിലുണ്ട്, മത തീവ്രവാദികളുടെ വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ബംഗ്ലാദേശിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ബംഗ്ലാദേശിന്റെ രൂപീകരണ കാലം മുതൽ 1971 നമുക്കറിയാം, കിഴക്കൻ പാകിസ്ഥാൻ അതാണ് ബംഗ്ലാദേശായിട്ട് മാറിയത്. ആ കിഴക്കൻ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം കിട്ടി. അവര്
കിഴക്കൻ പാകിസ്ഥാനിലെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടു പോകാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ആർമിയും ജമാഅത്തെ ഇസ്ലാമിയും കൈകോർത്തു. അതിന്റെ മൂന്നാമത്തെ സൈന്യ വിഭാഗമായിട്ട് പാകിസ്ഥാൻ ആർമി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സൈന്യ വിഭാഗമായിട്ട് അന്ന് തുടക്കം കുറിച്ച ഒരു സംഘടനയുണ്ട്. റസാക്കർ വാഹിനി എന്നാണ് അതിന്റെ പേര്. റസാക്കർ വാഹിനി. ആ റസാക്കർമാര് പിന്നെ ഹൈദരാബാദ് നൈസാമിനുണ്ടായിരുന്നു. ആ റസാക്കർമാര് പ്രവർത്തിച്ചത് എന്തിനായിരുന്നു അറിയാം? ജമാഅത്തെ ഇസ്ലാമിയുടെ സേനാവ്യൂഹമായി, ഗുണ്ടാ പട്ടാളമായി, അക്രമകാരികളായിട്ടുള്ള ആളുകളായിട്ട് അവര് പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയായിരുന്നു 1971. ഒന്നും രണ്ടുമല്ല, 3 ലക്ഷം ഹിന്ദുക്കളാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. 4 ലക്ഷം ഹിന്ദു സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു 1971. ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി പോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, ഒരേ മൗദൂദിയൻ ആശയം പിൻപറ്റുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ 4 ലക്ഷം ഹിന്ദു സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. 3 ലക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. 10 ലക്ഷം പേര് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു. 10 ലക്ഷം പേര് അന്ന് വളർത്തിയെടുത്ത അല്ലെങ്കിൽ അന്ന് കൊണ്ടുവന്ന ആ റസാക്കർമാരാണ് ഇന്ന് ബംഗാളിൽ ഈ സമരം നടക്കുമ്പോൾ, സംവരണ വിരുദ്ധ സമരം നടക്കുന്ന സമയത്ത് ഈ സമര സേനാനികൾ അല്ലെങ്കിൽ സമരത്തിന് രംഗത്ത് വന്ന ആളുകൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം നീ ആര് ഞാൻ ആര്, നമ്മൾ റസാക്കർമാർ എന്ന മുദ്രാവാക്യമാണ്. നീ ആര്, തൂക്കേ ആമിക്കേ, നീ ആര് ഞാൻ ആര്, നമ്മൾ റസാക്കർമാർ എന്ന മുദ്രാവാക്യം. ആ റസാക്കർമാര് 1971 ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത അതേ റസാക്കർമാര് ജമാഅത്തെ ഇസ്ലാമി അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയാണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൊന്നൊടുക്കുകയാണ്. 2 വർഷം മുമ്പ് 2021 ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ഖുറാൻ കീറി എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് അന്നും ഹിന്ദുക്കൾക്ക് നേരെ കലാപമുണ്ടായി. ക്ഷേത്രങ്ങൾ തകർത്തു, നിരവധി ഹിന്ദു സ്ഥാപനങ്ങൾ കത്തിച്ചു, ഹിന്ദു സ്ത്രീകളെ വേട്ടയാടി, ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് ബംഗ്ലാദേശ് വിടാൻ തയ്യാറായി. അപ്പൊ ഇതെല്ലാം ബംഗ്ലാദേശിലെ പുതുമയുള്ള കാര്യമല്ല, ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ വളരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് ഈ തീവ്രവാദികളുടെ ആക്രമണത്തിനെതിരെ കമാൻ ഒരക്ഷരം മിണ്ടാൻ ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച് വീമ്പ് പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാരും അവര് ഗാസയിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കും, അവര് പാലസ്തീന് വേണ്ടി ശബ്ദിക്കും, അവര് അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കും. പക്ഷേ ഇരകളുടെ മതം നോക്കി, അക്രമികളുടെ മതം നോക്കി ഒക്കെ അതാരാണ് അക്രമികള്, അവരുടെ മതമേതാണ്, ആക്രമിക്കപ്പെടുന്നവരുടെ മതമേതാണ് എന്നൊക്കെ നോക്കി മാത്രം അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, അവരെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയുണ്ട്. ഈ സമരത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത് ബംഗ്ലാ വസന്ത സമരമാണ് എന്നൊരു മാധ്യമം എഡിറ്റോറിയൽ എഴുതി. എന്താണ് ബംഗ്ലാ വസന്ത സമരം? ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കി തീർക്കുന്നതാണോ ബംഗ്ലാ വസന്ത സമരം? അപ്പൊ അങ്ങനെ ഒരു മാധ്യമം, ഞാൻ പേരെടുത്ത് പറയാം, മാതൃഭൂമി പത്രം എഡിറ്റോറിയൽ എഴുതി ബംഗ്ലാ വസന്ത സമരം എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബംഗ്ലാ വസന്ത സമരത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു, ഹിന്ദു സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്നു. എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഇത് ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ അത്യന്തം ഗൗരവമായി, ഇതിന്റെ പിന്നിൽ ഏതൊക്കെ ശക്തികൾ പ്രവർത്തിക്കുന്നു, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി ട്വിസ്റ്റ് ചെയ്യുന്നത്? ചരിത്രം നമുക്ക് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സംവരണ വിരുദ്ധ സമരം ഹിന്ദു വിരുദ്ധ സമരമാവുന്നത് നമുക്കിതിനു മുൻപും പരിചയമുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖിലാഫത്ത് പ്രക്ഷോഭമാണ് മലബാറിൽ മാപ്പിള ലഹളയായിട്ട് മാറി ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ മതം മാറ്റി ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല, ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല. എത്രയോ സംഭവങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിതിൽ പുതുമയില്ല, ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മതവിഭാഗം
ആ മതവിഭാഗത്തിന്റെ തീവ്രമായ മതവികാരം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്യമതസ്ഥരെയും അന്യവിഭാഗങ്ങളെയും വേട്ടയാടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ. അവരെ കരുതിയിരുന്നേ മതിയാകൂ. അവരെപ്പോഴും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായി ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണം എന്നാണ് പ്രാഥമികമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അനിൽ നമ്പ്യാർ. അഡ്വക്കേറ്റ് PM നിയാസ്, ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? സൽമാൻ ഖുർഷിദും മണിശങ്കർ അയ്യറും പറഞ്ഞതാണ് കോൺഗ്രസിന്റെ നിലപാട്. രാഹുലും പ്രിയങ്കയും ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. അഡ്വക്കേറ്റ് PM നിയാസ്. നോക്കൂ അനിൽ നമ്പ്യാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാലത്തും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഗാന്ധിജി ഞങ്ങൾക്ക് പഠിപ്പിച്ചു വന്നതും ഇന്ത്യക്ക് നൽകിയ സന്ദേശവും അതായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി മരണപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന സാഹചര്യത്തിൽ നവഗാലി എന്ന് അന്നത്തെ ബംഗാളിലുള്ള പ്രദേശം അതിപ്പോൾ ബംഗ്ലാദേശിലാണ്. ആ സ്ഥലത്ത് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇതുപോലെ പ്രയാസങ്ങളുണ്ടായപ്പോൾ, ഇതുപോലെ അക്രമങ്ങളുണ്ടായപ്പോൾ അവിടെ ഗാന്ധിജി വന്ന് മുസ്ലിം നേതാക്കന്മാരെ, അന്നത്തെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം നേതാക്കന്മാരെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് പലായനം ചെയ്ത, അല്ലെങ്കിൽ അവിടെ നിന്നും മാറിപ്പോയ ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങളെ അവിടേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് സംരക്ഷണം നൽകുന്ന ബായി ഹിന്ദു മുസ്ലിം ബായി കൊണ്ടുപോകാൻ പഠിപ്പിച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു രീതി നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ RV ബാബു എന്തൊരു ആവേശത്തിലാണ് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം ഒരു സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ അവരെത്ര ചെറുതാവട്ടെ, എത്ര എണ്ണത്തിൽ കുറവാവട്ടെ, അവർ ഒരു കാരണവശാലും ജാതിയുടെ പേരിൽ ഒരു കാരണവശാലും അവരെ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവരെ ഒരിക്കലും അവരുടെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് ഞങ്ങൾ എന്നും എടുക്കുന്ന നിലപാടാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് മുഖവിലക്കെടുക്കുകയാണ്. 15 ക്ഷേത്രങ്ങളാണ് അവിടെ ചാമ്പലാക്കപ്പെട്ടത്. 200ഓളം പേരെ കൊല്ലുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ഥലത്തും നടത്താൻ പാടില്ല, ഒരു രാജ്യത്തും നടത്താൻ പാടില്ല. ഒരു സ്ഥലത്തും നടന്നാൽ അതിനെ ഞങ്ങളെല്ലാം എതിർക്കുകയും ഭരണകൂടം അത്തരത്തിലുള്ള അക്രമകാരികളെ നിഷ്കരുണം കൈകാര്യം ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപലപിച്ചതായി കണ്ടില്ല അഡ്വക്കേറ്റ് നിയാസ്, അപലപിച്ചതായി കണ്ടില്ല. പകരം ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതാണോ കോൺഗ്രസിന്റെ നയം? എക്കോ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്ലീസ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഞങ്ങളുടെ പാർട്ടി നയവും അതാണ്. ആ നയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതുമാണ് ഞങ്ങളുടെ നയമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതേ സംഭവം ആദ്യമായിട്ടല്ല ഉള്ളത്. 1969, 71 കാലത്ത് ഇതേ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ അന്ന് ഇതേ നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും പാക് പട്ടാളത്തിൻ്റെ താല്പര്യത്തോടു കൂടി അന്ന് ഹൈന്ദവ സമൂഹത്തിനെതിരായി നിലപാടെടുത്തു. 10 ലക്ഷം അഭയാർത്ഥികളെയാണ് ഇന്ത്യ അതിർത്തി കടന്നു വന്ന് നമ്മളവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുക്തി ബാഹിരി എന്ന ഒരു ആക്ഷൻ ആരംഭിക്കുകയുണ്ടായി. അന്ന് ആക്ഷൻ ഉണ്ടാക്കി അവിടെ ജനാധിപത്യ ഭരണം സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള അക്രമകാരികളിൽ നിന്നും അവരെ അമർച്ച ചെയ്ത് അവിടെ ജനാധിപത്യ ഭരണം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അഭയാർത്ഥികളെ പൂർണ്ണമായും അവരെ സ്വന്തം നാട്ടിലേക്ക് പറിച്ചുവിടുവാനുള്ള തീരുമാനമുണ്ടാക്കിയത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഞാനൊരു കാര്യം RV ബാബു പരിശോധനയിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ RV ബാബുവിൻ്റെ ആ ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം
കാരണം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതേ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏറ്റവും വലിയ ബന്ധുവായിരുന്നു ഷെയ്ഖ് ഹസീന. ഇന്ത്യയായിരുന്നു അവരുടെ സംരക്ഷക. കാരണം അങ്ങനെ തന്നെ വേണം. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള അയൽപ്പക്കം ഇന്ത്യയോടൊപ്പം നിൽക്കണം. അത് പാകിസ്ഥാനോടും ചൈനയോടും അമേരിക്കയോടും വിധേയത്വമുള്ളവരാവാതിരിക്കണം. പക്ഷേ അവർ ജനങ്ങളുടെ ഒരു ഭരണാധികാരിയായി, ഒരു ഡെമോക്രാറ്റായി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ ഉപദേശം കൊടുക്കുകയോ അത്തരം കാര്യങ്ങളെ അവയെ ബന്ധപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ, മറ്റ് അയൽ രാജ്യങ്ങളിലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഉപദേശം കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അവിടെ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു നയതന്ത്ര സമീപനമാണ്. അങ്ങനെയുള്ള നയതന്ത്ര സമീപനം പുലർത്തേണ്ട ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര അവധാനത ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവിടെ നിങ്ങൾക്കറിയേണ്ടത്, അവിടെ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അക്രമം നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് അഭയം കൊടുക്കാൻ പോലും ഇന്ത്യ അശക്തയായി നിൽക്കുകയാണ്. കാരണം ബംഗാളിനെ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത്, അവിടെ രാജ്യത്ത് തൊഴിലില്ലായ്മയും അതിരൂക്ഷമായ സ്ഥല ദൗർബല്യമുള്ള ഒരു പ്രദേശത്തേക്ക് അത്രയും ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു ആരോഗ്യം നമുക്കവിടെ ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ അവിടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യത്തിൽ അവിടെ ഉള്ള ഒരു സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ കടന്നു വന്ന ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഇന്ന് അത് വളരെ ബുദ്ധിപൂർവം 1971 കാലത്തിൽ തലപൊക്കിയ അതേ ശക്തികൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ അധികാരത്തിൽ പുതുതായി വന്നിട്ടുള്ള മുഹമ്മദ് യൂനുസ് നേതൃത്വത്തിൽ ഇത് അവർ ചെയ്യേണ്ട താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത്, ഇവിടെ ബാബുവിൻ്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും കോൺഗ്രസും അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷവുമാണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതെന്ന്. പ്രിയപ്പെട്ട ബാബു, ഇത് ഏത് ഭരണാധികാരികൾക്കും വരുന്നൊരു സാഹചര്യമാണ്. ഭരണകൂടം അത് നിഷ്പക്ഷരാവണം. ഭരണകൂടം എല്ലാവർക്കും പ്രാപ്യരാവണം. ഭരണകൂടം എല്ലാവർക്കും രക്ഷാകവചം ഒരുക്കുന്നവരാവണം. അങ്ങനെ രക്ഷാകവചമാക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്കെതിരായി അടിച്ചമർത്തൽ നിലപാടുമായി കൊണ്ടുവന്നാൽ ഭരണകൂടത്തിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് തകരുകയും ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യമില്ലാത്ത ഈ അക്രമകാരികളുടെ കൈകളിലെ കളിപ്പാവയായി ആ ജനം മാറുക ചെയ്യും എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ഇത് ഇന്ത്യ ഗവൺമെൻറ് കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് അങ്ങ് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാത്തത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. സൽമാൻ ഖുർഷിദും അയ്യരും പറഞ്ഞാണോ കോൺഗ്രസിൻ്റെ നിലപാട്? എന്തുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും പ്രതികരിക്കാത്തത്? വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നില്ല? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞൊരു ട്വീറ്റെങ്കിലും ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് മുതിരാത്തത്? നേരത്തെ നമ്മൾ കണ്ടതാണ്, ഗാസ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ കണ്ണീര് ഒഴുക്കിയല്ലോ. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന, വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നാവ് പൊങ്ങുന്നില്ല? അനിൽ നമ്പ്യാരും RV ബാബുവും ഒരേ അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. കേരളത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഏറ്റവും അധികം ഇന്ത്യ ഇക്കാര്യത്തിൽ അതിശക്തമായി അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടത്തുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾ അടിച്ചമർത്തുവാനും അവിടെ ജനാധിപത്യ രീതി തുടർന്നു പോകാനുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തെ നേരിൽ കണ്ട് ആ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ ഭരണാധികാരി എന്തുകൊണ്ട് ഒരു മിനിറ്റ് ഇന്ത്യയുടെ ഭരണാധികാരി അതും ഈ മേഖലകളിൽ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായ നരേന്ദ്രമോദി എന്താ ഇക്കാര്യത്തിൽ വളരെയേറെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? മുഹമ്മദ് യൂനസ് അവിടെ നിർത്തണം, ഒരടി ഇന്ത്യയുടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരടി കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ഇടപെട്ട പോലെ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനാവുന്നില്ലെങ്കിൽ ഇപ്പോൾ ഏൽപ്പിച്ച ചുമതല ഒഴിയും എന്ന് മുഹമ്മദ് യൂനസ് പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറയുന്നത്
ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇതുകൊണ്ട് സംസാരിക്കുന്നില്ല, ഇന്ത്യയുടെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഞാൻ എൻ്റെ ചോദ്യം, ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ തമിഴന്മാരായ ആളുകൾക്ക് ശ്രീലങ്കയിൽ ഉണ്ടായല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ, അക്കാലത്തുള്ള പ്രധാനമന്ത്രിമാർ എടുത്ത നിലപാടെന്തായിരുന്നു? ഇവിടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള മാലിയിൽ ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും എടുത്ത നിലപാടെന്തായിരുന്നു? അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ RV ബാബു, അങ്ങക്ക് ഒരു സംശയവും വേണ്ട, അവിടെ ഇന്ത്യയിൽ ലോകത്തെവിടെയും ഒരാളെയും അടിച്ചമർത്തുന്ന സാഹചര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ, അവരുടെ വംശത്തിൻ്റെ പേരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടതാണ്, അത് അമർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് മണിപ്പൂരിലായാലും ഗാസയിലായാലും പഞ്ചാബിലായാലും ഗുജറാത്തിലായാലും അങ്ങ് പലസ്തീനിലായാലും എല്ലാ മേഖലകളിലും ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. പക്ഷേ RV ബാബുവിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും അത് മണിപ്പൂരിലാണെങ്കിൽ അത് പ്രശ്നമല്ല, ഗുജറാത്തിലാണെങ്കിൽ അത് പ്രശ്നമല്ല, പാലസ്തീനാണെങ്കിൽ അത് പ്രശ്നമല്ല, അത് ബംഗ്ലാദേശിലാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന നിങ്ങളുടെ നിലപാടിലാണ് വെള്ളം ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ, അത് ബംഗാളിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഒരു പ്രദേശത്തും ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമായി പഴയകാല പ്രതാപങ്ങളിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയും ആ നിലപാടെടുക്കുകയും വേണ്ടി വന്നാൽ സൈനിക ആക്ഷൻ പോലും അതിന് വേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയുമായി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളത് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇപ്പം ഞങ്ങളെ വേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്ന നിലപാട്, ഇതുപോലെയുള്ള അക്രമകാരികൾക്ക് പിന്തുണ കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക്, ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അവർക്ക് നല്ല വെള്ള പരവതാനി വിരിച്ച്, പച്ച പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കുന്ന നിങ്ങളുടെ നിലപാടിൻ്റെ തനിയാവർത്തനമാണ് ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും തെറ്റാണ്, അവിടെയും തെറ്റാണ്, എവിടെയും തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും. ഡോക്ടർ മോഹനൻ പിള്ള, ഇപ്പോൾ ശ്രീ നിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി അശക്തനായി നിലകൊള്ളുകയാണോ? മറ്റൊരു ആരോപണം പ്രധാനമായും, അതായത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിൽ അഭയം കൊടുത്തതാണ് ഇതൊരു ഇന്ത്യാവിരുദ്ധ ഹിന്ദുവിരുദ്ധ പ്രക്ഷോഭമായി മാറാനുള്ള കാരണം എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്താണ് നിജസ്ഥിതി? ബംഗ്ലാദേശ് ഇന്ത്യ, അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം റാദർ, അത് മുക്തി ബാഹിനി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ സംഘടനയാണെന്നുള്ള രീതി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. മുക്തി ബാഹിനി ബംഗ്ലാദേശിൽ ഈ ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ 71 മുമ്പ് പാകിസ്ഥാൻ പട്ടാളവും ചേർന്ന് ഒരു അട്രോസിറ്റീസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബംഗ്ലാദേശിലുള്ള ബുദ്ധിജീവികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ എഴുത്തുകാരും പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു ആംഡ് റിബല്യൻ, ഗറില്ല ടാക്ടിക്സും ഒക്കെ ഫോളോ ചെയ്ത് മുക്തി വാഹിനി ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി ഇൻ്റർവെൻഷനിൽ മുക്തി വാഹിനി ഒരു നല്ല ഒരു റോളാണ് അവർ സ്വീകരിച്ചത്. കാര്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് അധികം റെസിസ്റ്റ് ചെയ്യാതെ തന്നെ മുക്തി വാഹിനി നമ്മളോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും വേണ്ട സപ്പോർട്ട് തന്നതുകൊണ്ട് നമ്മളുടെ ആ ബംഗ്ലാദേശ് ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ടും മംഗളമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് സറണ്ടറിങ്, ഏറ്റവും കൂടുതൽ യുദ്ധ തടവുകാരെ പിടിച്ച ഒരു യുദ്ധമായും മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ 71 കഴിഞ്ഞതിന് ശേഷം എന്തെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു രീതിയിൽ അതിനെ കാണരുത്. ബംഗ്ലാദേശ് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണെങ്കിലും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണെങ്കിലും എഴുതിയത് ഒരാളാണ്. അപ്പോൾ ആ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാം, സംസ്കാരം അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അന്ന് എന്തുകൊണ്ടൊരു ആംഡ് റിബല്യൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ
ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും കൂടി കണക്ട് ചെയ്യാൻ GT റോഡ് വേണമെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ നടുക്കുകൂടി പാകിസ്ഥാനെ രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭയപ്പെട്ടു. കാരണം ഐക്യരാഷ്ട്ര സംഘടനയിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇതിന് ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും. രണ്ട് രാജ്യങ്ങൾ ഒറ്റ രാജ്യം രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കൂടെ ഒരു ലിങ്ക് ഡൽഹിയും ആഗ്രയും ഉൾപ്പെടെയുള്ള ഒരു GT റോഡ് കൊടുക്കുവാൻ അത് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഇത്രയധികം റെഫ്യൂജികൾ അവിടുത്തെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ചക്മാസ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ഫീഡ് ചെയ്യേണ്ട അല്ലെ അവരുടെ ഭക്ഷണ സാധനം ഇന്ത്യക്ക് പോലും ആ സമയത്ത് നല്ല രീതിയിൽ ഒരു പോവർട്ടി അതായത് ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ലെവലൊക്കെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് അഭയാർത്ഥികളെ കൂടി തീറ്റിപ്പോറ്റേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്തത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഷെയ്ഖ് ഹസീന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തപ്പോൾ അവരെ ദുർബലയാക്കുവാനായിട്ട് അതായത് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം റിസർവേഷൻ തുടങ്ങിയെങ്കിൽ സുപ്രീം കോർട്ട് ഇടപെട്ടു അല്ലെ ഇൻ്റർവീൻ ചെയ്തു. ആ സ്റ്റുഡൻസിൻ്റെ അൺറസ്റ്റ് എന്നുള്ള ആ രീതി കൊണ്ട് അവിടെ ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ദ തിങ്സ് ആർ മൂവിങ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. ഈ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്റ്റർ അനിൽ നമ്പ്യാർ ഒരു കറക്ഷൻ ഞാൻ പറയുന്നത് നോട്ട് ഓൺലി ഹിന്ദുസ് മാത്രമല്ല വേട്ടയാടപ്പെടുന്നത്, മൈനോറിറ്റീസ് അതായത് ബുദ്ധിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻസ് മാക്സിമം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. അത് സന്താൽസ് അതുപോലെ തന്നെ ബംഗാളികളുണ്ട്. അങ്ങനെയുള്ള കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് അവിടെ കൂടുതലുണ്ടാവുന്നത്. നമ്മൾ 2016 നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. അവിടെ ഒരു കഫേ അറ്റാക്ക് ഉണ്ടായി, ഇഫ് യു റിമെമ്പർ. അതിനകത്ത് 10-20 ആൾക്കാരെ ഹോസ്റ്റേജസ് ആക്കി വെക്കുകയും അതുപോലെ തന്നെ 8-9 ജാപ്പനീസും അതുപോലെ മറ്റുള്ള ഇറ്റലിയിലെ ആൾക്കാരെയും കൊന്നൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യാമായിരുന്നു ഒരവസരം വന്നപ്പോൾ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ വാണിംഗ് കൊടുത്തു. പിന്നീട് ഈ ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം അവിടെ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ സൈഡിൽ നിന്ന് വരികയും കൂടെ ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ഉൾപ്പെടുത്താതെ ഒരു രാഷ്ട്രീയമായ രീതിയിൽ ഇതിനെ കാണാതെ ചെയ്യുന്നത് എന്താണെങ്കിലും ജനസൈഡ് ആണോ അതോ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു കാര്യമായിട്ട് നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിനിടപെടാൻ പറ്റും. അത് അവർക്ക് അറിയുകയും ചെയ്യാം. ഇത് ഞാൻ കാണുന്നത് ഒറ്റപ്പെട്ടതായിട്ടോ ഒരു കിട്ടിയ അവസരം മുതലെടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയിൽ കിട്ടിയ അവസരം മുതലെടുത്ത് അതായത് അവിടെയുള്ള ഹിന്ദുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്കലി റിച്ച് ആണ് കമ്പയർ ടു അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവരെ കൊള്ളയടിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്കറിയാമല്ലോ എല്ലാ സ്ഥലങ്ങളിലും അതായത് അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം വരുന്ന ഒരു രാജ്യത്ത് അതായത് ഈ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പിന്നെ ഒരു മുൻവൈരാഗ്യവുമുണ്ട്. വളരെ വ്യക്തമാണ്. കാരണം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാണംകെട്ട സറണ്ടർ ഏറ്റുവാങ്ങിയ ആ പാകിസ്ഥാൻ ആ ഒരു പക ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതായത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇടപെടാമോ? 100% ഇടപെടാം. കാരണം ജനോസൈഡ് പ്രൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് അവിടെ ഇടപെടാൻ പറ്റും, യാതൊരു സംശയവുമില്ല. രണ്ടാമത് അതിനു മുമ്പായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ജയശങ്കർ ഹാസ് ടു ഡു ഹിസ് ഹോംവർക്ക്. അതായത് എക്സ്റ്റേണൽ കൺട്രീസിൻ്റെ മസ്റ്റർ ചെയ്ത് സപ്പോർട്ട് ഗ്യാദർ ചെയ്യണം. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി വെയർ നോട്ട് സപ്പോസ് ടു സിറ്റ് ക്വയറ്റ്ലി. ഞങ്ങൾ ഇരിക്കില്ല ഒരിക്കലും, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ഇത് പ്രൂവ് ചെയ്തതാണ്. ഇൻഫാക്ട് പ്രൂഫ് എന്ന് പറയുന്നത് അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് മസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഐക്യരാഷ്ട്രസഭ പോലും ഗൗരവത്തോടെയല്ലേ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ UN പോലും ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റും, ഇടപെടില്ല എന്നൊരു അവർക്കും അറിയാം. 100% ഇടപെട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്പ്യാർ ഞാൻ ചോദിച്ച ചോദ്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഷെൽട്ടർ കൊടുക്കേണ്ടത് ഇന്ത്യ അല്ലാതെ ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് ഇൻ ഹാൻഡ് ആൻഡ് ഗ്ലൗ നമ്മൾ മുഖാന്തരം ഉണ്ടായെടുത്ത ഒരു രാജ്യം. ആ രാജ്യത്തിൽ ഇപ്പോഴും സൂപ്രമസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് വൈകാരികമായ സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യയാണ്.
അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും രണ്ട് ചെറിയ ഇഷ്യൂസ് മാത്രമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. ടീസ്റ്റാ റിവർ, അതായത് സിക്കിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിൽ നമ്മുടെ ബംഗാളിൽ കൂടി ഒഴുകി ബംഗ്ലാദേശിൽ കൂടി ഓഷ്യനിൽ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, നമ്മൾ അതിൻ്റെ 50-50 റിവർ ഷെയർ ചെയ്തെടുക്കണം അവിടുത്തെ വെള്ളം, അല്ലെങ്കിൽ അവർക്കും ഇതുണ്ട്. അതിൽ പ്രസൻറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഇതിനു മുമ്പുള്ള ഗവൺമെൻറ് ആണെങ്കിലും സംയമനം പാലിച്ചുള്ള ഒരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ട്രൈ ജംഗ്ഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബർമ്മ, ബംഗ്ലാദേശ്, ഇന്ത്യ ചേരുന്ന ഒരു അതിർത്തി, അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് 3 രാജ്യങ്ങളും ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് ബർമീസ് പറയുന്നു അവരുടെയാണെന്നും, നമ്മൾ പറയുന്നു നമ്മുടേതാണെന്നും, അത് ബംഗ്ലാദേശ് പറയുന്നു അവരുടേതാണെന്നും. അത് സ്വാഭാവികമാണ്. അതും അമിക്കബിൾ സൊല്യൂഷൻ പെർമനന്റ്, അതൊരു മേജർ ഇഷ്യൂ ഒന്നുമല്ല. ഈ മൈനർ ഇഷ്യൂ കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള പിന്തിരിപ്പൻ ശക്തികൾ, അതായത് ജമായത്ത്. പിന്നെ ഞാനൊരു കാര്യം കണ്ടു, എന്താണ് ABT എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ABT പാഴ്സൽ സർവീസാണ്. അതല്ല, അവിടെ വരുന്നത് എന്തോ ഒരു അൻസാറുള്ള ബാംഗ്ല ടീം, അതും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരാണ് ഇതിനകത്ത് കൂടുതൽ കിടന്ന് കളിക്കുന്നത്. അവർ ഈ ഉള്ള സമയത്ത്, അതായത് നിങ്ങൾ കാഫിറുകളാണ് ഹിന്ദുസ്, അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ് കാഫിറുകളാണ്. അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. അപ്പം ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി 71 ഫോം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പാർട്ടാണ് ഡിവൈഡ് ചെയ്തു വന്നത്. സോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ജമാഅത്ത് ഇസ്ലാമിയ പാകിസ്ഥാൻ ഐഡിയോളജിയാണ്. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്താണ് ബംഗ്ലാദേശിൽ ഒരു പാർട്ട് ഉണ്ടായി. പക്ഷേ 71 അവരെ നിരോധിച്ചു. അപ്പോൾ 75 വീണ്ടും അവരെ എന്ത് ചെയ്തു? ഗവൺമെൻറ് മാറി വന്നപ്പോൾ, അതായത് മുജിബുർ റഹ്മാനെ ഹത്യയ്ക്ക് ശേഷം വീണ്ടും അവരെ റിവാമ്പ് ചെയ്തു. പക്ഷെ വീണ്ടും അവിടുത്തെ ഗവൺമെൻറ് അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു. അതാണ് നമ്മൾ കാണേണ്ടത്. അവരെ ടോട്ടലി ബാൻ ചെയ്തപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കണം. അതായത് 71 യുദ്ധത്തടവുകാരെ ട്രയൽ ചെയ്തപ്പോൾ അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് യുദ്ധത്തടവുകാരെ ട്രയൽ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ നിന്നും കൂടി ഒരു പ്രശ്നമുണ്ടായി. അവിടെയുള്ള ബംഗ്ലാദേശി BNP നാഷണലിസ്റ്റ് പാർട്ടിയും അതും ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് അവർ ഈ പോപ്പുലേഷനെ കുറച്ച് മസ്റ്റർ ചെയ്ത് കുറച്ച് പോപ്പുലർ സപ്പോർട്ട് അല്ലെങ്കിൽ നാഷണൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തീർത്തു പറയാൻ പറ്റും, അത് ബംഗ്ലാദേശികൾക്കും അറിയാം. കാരണം പ്രശ്നം വഷളായി കഴിഞ്ഞാൽ ചൈനയല്ല, അതുപോലെ തന്നെ ശ്രീലങ്കയല്ല, അല്ലെങ്കിൽ ബർമയല്ല അവരെ രക്ഷിക്കാൻ വരുന്നത്. ഏത് സുഖത്തിലും ദുഃഖത്തിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അവർ ഇന്ത്യയുമായിട്ടാണ്. ഇവിടെ തന്നെ ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള മൈഗ്രൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്. 3 മില്യൺസ് ആണ്. കേരളത്തിലുണ്ടല്ലോ സർ. കേരളത്തിലുമുണ്ട്. കേരളത്തിൽ തന്നെ ബംഗ്ലാദേശികളുടെ സാന്നിധ്യം പലതവണ അത് കണ്ടെത്തിയതാണ്. അത് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ അവർ തന്നെയായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത്. ബംഗ്ലാദേശികളായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് വരുന്നത്. അതുകൊണ്ട് അത് വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇന്ത്യയുടെ മൗനം ഒരു വളരെ എന്താ പറയുക, താഴ്ന്നു കാണേണ്ട ഒരാവശ്യമില്ല. അതായത് വെയിറ്റ് ആൻഡ് വാച്ച്, കാണുന്നു, എല്ലാം കാണുന്നു, സമയം നോക്കിയിരിക്കുന്നു. ഈ ഒരൊറ്റ അവസരമാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സംയമനം പാലിച്ച് ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിൽ പോവുകയാണെങ്കിൽ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻ്റർവെൻഷൻ ഉണ്ടാകും. ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഇതിനകത്ത് യാതൊരു രക്ഷയും ഇല്ലാതെ വരും. ആ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ പറഞ്ഞത് വേൾഡ് കമ്മ്യൂണിറ്റിയുടെ മസ്റ്ററിങ് അതിനകത്ത് മസ്റ്റാണ്. അവരുടെ മസ്റ്ററിങ് കിട്ടിക്കഴിഞ്ഞ്, നമുക്കറിയാം കാർഗിലിൽ എന്താണ് AB വാജ്പേയി ചെയ്തത്. AB വാജ്പേയി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മസ്റ്റർ ചെയ്തതുകൊണ്ട്, ഒറ്റ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിൽ ധാർമ്മികമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ കാർഗിലൊന്നും അത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കില്ല. 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇവിടെയുള്ള മിലിറ്ററി എക്സ്പേർട്ട്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഇന്ത്യ ഇടപെടുന്നു എന്ന് വിചാരിക്കുക, ബംഗ്ലാദേശിന് സപ്പോർട്ടുമായിട്ട് വരുന്നത് ആരായിരിക്കും? ഇപ്പോൾ ഈ മുൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് പരാമർശമായി കണ്ടെത്തിയിരിക്കുന്നു. അത് നേരിട്ട് അങ്ങനെ ഒരു പ്രസ്താവന ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവരുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞാണെന്ന് പറയുന്നു. അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ബംഗ്ലാദേശിന് പിന്തുണയുമായി എത്തുന്നത് അമേരിക്കയായിരിക്കുമോ, ചൈനയായിരിക്കുമോ, അല്ലെങ്കിൽ പാകിസ്ഥാനായിരിക്കുമോ? ഇന്ത്യക്ക് ആസ് ഓഫ് നൗ
ഒഫീഷ്യലായിട്ടൊരു പിന്തുണയുടെ ആവശ്യമില്ല, നമുക്ക് തന്നെ തീർക്കാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ച് ബംഗ്ലാദേശ് ഇഷ്യൂ. പക്ഷേ അമേരിക്കയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്ടറിൽ, ഈ റീജിയണിൽ അവർക്ക് ഒരു ഫുഡ് ഹോൾഡ് ഉണ്ടാക്കണം, ഒരു ഹോൾഡ് ഉണ്ടാക്കണം. ആ ഹോൾഡ് ഉണ്ടാക്കാനായിട്ട് അവർ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ എത്ര കോടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അമേരിക്കൻ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്, അതായത് അസ്വാഭാവികതയിൽ സ്വാഭാവികത വരുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഇട്ട് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്തെടുക്കുന്ന ഒരു സ്വഭാവമാണ് US-ൻ്റെ ഫോറിൻ പോളിസി. അതുകൊണ്ട് US അതിനകത്ത് കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈന തീർച്ചയായിട്ടും, ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ വളരെ സ്ഥാപിത താല്പര്യമുണ്ട്. വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വളരെ ഇതാണ്. കാര്യം ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ചൈനയ്ക്കുള്ള ഇന്ത്യൻ ഓഷ്യനിലോട്ടുള്ള ഒരേ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബംഗ്ലാദേശിലൂടെ ഉള്ള ഒരു ആക്സസ് അതിനവർ മാക്സിമം ട്രൈ ചെയ്യും. അവർ നല്ല രീതിയിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനും അല്ലാതെയൊക്കെ ബംഗ്ലാദേശിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വരും. പക്ഷേ നമ്മൾ എങ്ങനെ ആ ടാക്ട്ഫുള്ളായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാരണം. ഇതിനകത്ത് ഈ ബംഗ്ലാദേശികൾ ഇത്രയും കടന്ന് ഇത് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യൻ ഫോറിൻ പോളിസിയിലുള്ള ഒരു മൈൽഡ് ടിൽറ്റാണ്. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതൽ അമേരിക്കയുമായിട്ട് അടുക്കുകയും റഷ്യയുമായിട്ട് കുറച്ച് മാറിയോ എന്നൊരു സംശയവും കൂടിയുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അവിടെ ബംഗ്ലാദേശികൾ മുതലെടുക്കാനുള്ള ഒരു സാധ്യത 100% കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. ഈ റഷ്യയും ചൈനയും കൂടെ അടുത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പക്ഷേ അതൊരു കാരണവശാലും ആ ലെവലിലോട്ട് വരില്ല ഒരു കാരണവശാലും. കാര്യം ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് എടുക്കുമ്പോൾ തന്നെ ആക്ഷൻ്റെ പോലും ആവശ്യം വരില്ല. ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് അറിയാമല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, അവിടെ ആ പ്രശ്നം തീരും. ആ ഒരൊറ്റ ഇഷ്യൂ വരുന്നുള്ളൂ. ബട്ട് എവിടെ എങ്ങനെ നമ്മളത് സംയമനം പാലിച്ചു. ബിക്കോസ് നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ജനറൽ ഇലക്ഷനിലോട്ട് പോകുന്നു. ആ ജനറൽ ഇലക്ഷനിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ അവാമി ലീഗ് ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. മേ ബി ഷെയ്ഖ് ഹസീനയും ചെന്നിട്ട് അവിടെ ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഛിദ്ര ശക്തികളുടെ സൗണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു നോർമൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു നെയ്ബർഹുഡായിട്ട് വീണ്ടും അത് മുന്നോട്ട് പോകുവാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് വാണിംഗ് കൊടുത്ത് അത് വളരെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിലോട്ട് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ബംഗ്ലാദേശിൽ ഇടപെടാൻ അർഹതയുള്ളൂ, അധികാരമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളാണ് അവരെ എല്ലാ സമയത്തും സഹായിച്ചിട്ടുള്ളത്, നമ്മളാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ധാർമ്മികമായിട്ടുള്ള അവകാശം നമുക്കാണുള്ളത്. ആ അവകാശം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത് നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷനും കൂടിയുണ്ട്. വിദേശത്ത് നിന്ന് ചൈനീസിനൊന്നും ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു ധാർമ്മികമായിട്ട് ഒരു റൈറ്റും ഇല്ല. ബർമീസ് ഇൻ്റർഫിയർ ചെയ്യില്ല. ചൈനീസ് ഇൻ്റർഫിയർ ചെയ്യും, ബട്ട് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല ഒരു കാരണവശാലും. അതാണ് നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പാലിക്കുന്ന സംയമനം അത് ഭാരതത്തിൻ്റെ ബലഹീനതയല്ല. ഡോക്ടർ അനിൽകുമാർ, പൊതുവെ സമാധാനപരമായി കിടക്കുന്ന സൗത്ത് ഏഷ്യയിൽ അശാന്തിയുടെ വിത്തുകൾ പാകുന്നത് ആരാണ്? ഇവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം, അതായത് തൊഴിൽ സംവരണം പുനഃസ്ഥാപിച്ചതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധ അതുപോലെ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായിട്ട് മാറിയത്? ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. പല ചർച്ചകളിലും സംവാദങ്ങളും ഇതുവരെ നടന്നിട്ടുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നിട്ടുള്ള ബംഗ്ലാദേശ് പ്രശ്നത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം അല്പം പോലും മനസ്സിലാക്കാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ് മിക്കതും. അതുകൊണ്ടാണ് പല എഡിറ്റോറിയലുകളും അവിടുത്തെ വസന്ത സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നോക്കൂ, ബംഗ്ലാദേശ് തുടങ്ങിയത് ഒരു ഇസ്ലാമിക രാജ്യമായല്ല, ഒരു സെക്കുലർ സ്വഭാവമുള്ള രാജ്യമായിട്ടാണ്. അന്ന് മുജീബുർ റഹ്മാൻ വരുമ്പോൾ, ആ രാഷ്ട്രത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്കുലർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് വിഭാവനം ചെയ്തത്. എന്നാൽ ഇടക്കാലത്ത് പെയ്യെ അതിന് മാറ്റം സംഭവിക്കുകയും അത് കാലക്രമേണ ഒരു മതേതരത്വം എന്നുള്ള വാക്ക് തന്നെ ഭരണഘടനയിൽ പിൻവലിക്കുകയും പിന്നീട് ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്തു. ഇവിടെ ചർച്ചകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ പതിയെ ഒരു വർഗീയവൽക്കരണം, അതൊരു സാധാരണ ഇസ്ലാമികവൽക്കരണമല്ല, അതൊരു ഇസ്ലാമിക വർഗീയവൽക്കരണം അവിടെ നടന്നു എന്നുള്ളതാണ്.
അത് അതിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് മുജീബുർ ഖാൻ, അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്, അത് തുടങ്ങിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് 1971 ശേഷം 72 അവിടെ കൊണ്ടുവന്ന സംവരണം, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവനും സ്വത്തും ഒക്കെ നൽകി സംരക്ഷിച്ച ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന സംവരണം അതായിരുന്നു വിഷയം. പിന്നീട് ഇതൊരു സംവരണ വിഷയം ആയി ചർച്ചയ്ക്ക് പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ ഇതൊരു വലിയ വിഷയമായി കൊണ്ടുവരികയും 2018 തന്നെ നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്നൊരു സംഭവത്തിൽ ഷെയ്ഖ് ഹസീന തന്നെ ഇത് പിൻവലിക്കുകയും എന്നാൽ പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി സംവരണം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ചിലരൊക്കെ കോടതിയിൽ പോകുന്നു, അവർക്ക് അനുകൂലമായി വിധി വരുന്നു. ഇതിനെ സംബന്ധിച്ച് ധാരാളം ഇപ്പോൾ ഈ അടുത്ത പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രക്ഷോഭങ്ങൾ മറ്റുള്ള തരത്തിലേക്ക് മാറുന്നു. ഒടുവിൽ സുപ്രീം കോടതി തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ 30% കൊടുത്ത സംവരണം ഏതാണ്ട് 5%, 2% മറ്റുള്ളവർ കൂടെ ചേർത്ത് അങ്ങനെ 7% സംവരണം കുറയ്ക്കുന്നു. ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് അവിടെ ഈ സമരം അവസാനിച്ചില്ല എന്നുള്ളതാണ്. ആ സമരം അവസാനിക്കാത്തതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാവധാനം, അതായത് അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രോഗ്രസീവ് എലമെൻറ്റുകൾ നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ഉന്നതമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മതേതര സ്വഭാവമുള്ള അവിടുത്തെ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള വരുന്ന നല്ല ജനവിഭാഗങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിന് മുഖ്യ പങ്കുവഹിച്ച പാർട്ടികളാണ് ഇന്ന് നമ്മൾ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളെന്ന് ഇപ്പോൾ അധികാരത്തിലേക്കൊക്കെ വരാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന BNP പോലെയുള്ള പാർട്ടികളും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം. ഈ വർഗീയവൽക്കരണം തന്നെയാണ്, അതായത് ബംഗ്ലാദേശിൻ്റെ 2 സ്വത്തുമാണ് നിലനിൽക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായിരുന്ന സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാന് മുകളിൽ ഒരു അധീശത്വം സ്ഥാപിക്കുകയും അതിനെ തുടർന്നാണ് പിന്നീട് നമുക്കറിയാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും ഒടുവിൽ ബംഗ്ലാദേശ് രൂപീകൃതമാകുമ്പോൾ അന്ന് അവിടെ മേധാവിത്വം പുലർത്തിയത് എന്ന് പറയുന്നത് ഒരു മതേതര സ്വഭാവമുള്ള ഐഡൻറ്റിറ്റി ആയിരുന്നു. എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് അവിടെയുള്ള ഈ വർഗീയ സ്വഭാവമുള്ള ജനവിഭാഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ഇസ്ലാമിക സാധാ മുസ്ലിം ജനവിഭാഗങ്ങളെയല്ല, അവിടെ ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സുകളെന്ന് വിളിക്കുന്ന ജനവിഭാഗങ്ങൾ അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ സന്ദർഭങ്ങളിലും തിരിച്ചെടുത്തു. നിങ്ങൾ ഈ മുജീബുർ റഹ്മാനും ഷെയ്ഖ് ഹസീനയും ഇവിടെ ഏറ്റവും വലിയ ജനാധിപത്യ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധരായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അത് ചില ശരിയുണ്ട്. കാരണം പല ഭരണ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ ഭരണ സമയത്ത് അവർ ധാരാളം നയങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുക, ചില കലാപങ്ങളെ അടിച്ചമർത്തുക, ഇതൊക്കെ ശരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം. അതെന്ന് പറഞ്ഞാൽ ഈ മുജീബുർ റഹ്മാൻ്റെ സമയം എടുത്ത് നോക്കിയാലും പിന്നീട് ഷെയ്ഖ് ഹസീനയുടെ അദ്ദേഹത്തിൻ്റെ മകളായ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം എടുത്ത് നോക്കിയാൽ ആ സമയത്തൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റലിസ്റ്റ് ഫോഴ്സുകൾ ഈ മതേതര സ്വഭാവത്തിൽ ഐഡന്റിറ്റി സ്വത്വത്തിൽ വളരെയധികം വെള്ളം ചേർക്കാൻ ഇവരെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഷെയ്ഖ് ഹസീന പോലും അവസാന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അല്പസ്വല്പ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ചില നിയമങ്ങൾ അവർക്ക് അനുകൂലമായി നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലും അതൊന്നും പൂർണ്ണ തൃപ്തരല്ലാത്ത അവിടുത്തെ വർഗീയവാദികൾ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ഈ ചിത്രത്തിലേക്ക് വരുന്നത് വേറെ സാഹചര്യത്തിലാണ്. പരാമർശ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും ചെറുമക്കൾക്കും അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ റസാക്കർമാരുടെ മക്കൾക്കാണോ സംവരണം കൊടുക്കേണ്ടത്? അല്ല, ശരിക്കും അവർ അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വിമർശനം അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സമയത്ത് സംവരണം നടത്തുമ്പോൾ ഇവരെല്ലാം ഈ പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അവാമി ലീഗിൽപ്പെട്ട ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കും ജോലി എടുക്കാൻ വേണ്ടി ഷെയ്ഖ് ഹസീന തന്ത്രപൂർവ്വം നടത്തുന്നൊരു കളിയാണ് എന്നുള്ളൊരു ഈ തരത്തിലാണ് ഈ പ്രക്ഷോഭം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ ഈ പല തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു സംഘടനയായി അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ പരിണമിക്കുകയും ആ സമരം മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്ന് വ്യക്തമായി അറിയാവുന്ന ഷെയ്ഖ് ഹസീനയുടെ റസാക്കർ പ്രയോഗം തന്നെയാണ് പെട്ടെന്ന് ഈ കലാപത്തിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് റസാക്കർമാർ എന്നതുകൊണ്ട് ആരെയാണോ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന ഉന്നം വെച്ചത് അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പിന്നീട് ചരിത്രം തെളിയിക്കുകയാണ്. കാരണം കോടതി വിധി വന്നു, അവർ ആദ്യം ഉന്നയിച്ചത് എന്താ? സംവരണം പിൻവലിക്കണം. സംവരണം പിൻവലിച്ചു, അവിടെ നിന്നോ. പിന്നെന്താ പറഞ്ഞേ? ഷെയ്ഖ് ഹസീന പുറത്തു പോകണം, പുറത്തു പോയി, തീർന്നോ? പിന്നെന്താ പറഞ്ഞേ? സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെക്കണം, രാജിവെച്ച്, തീർന്നോ? ഇപ്പോഴെന്താ പറയുന്നത്? ഇപ്പോൾ ഇനി നമ്മൾ ഏറ്റവും വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന പത്രങ്ങളും അവിടെ നിന്നുള്ള ഈ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നടന്ന അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി സംഘടനകൾപ്പെട്ട അവരുടെ പ്രസ്താവനകൾ എടുത്തു നോക്കണം.
അവർ പറയുന്നത് എന്താണെന്നറിയോ, മുഹമ്മദ് യൂനിസിനെ നമുക്ക് മുഖ്യ ഉപദേഷ്ടാകനായി കൊണ്ടുവരണം, കാരണം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തി. എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വയസ്സുണ്ട്? 80-ലധികം വയസ്സുണ്ട്. അദ്ദേഹം അവിടെ ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ, ഒരു ചാനൽ നടന്നപ്പോൾ ഒരു ചർച്ചയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, 6 മാസത്തിനപ്പുറം മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൽ അഡ്വൈസറായി തുടരണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം വർഗീയവൽക്കരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. ഇത് രണ്ടുമല്ലാതെ മുഹമ്മദ് യൂനിസിന് അദ്ദേഹം ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തതല്ലേ അല്ലേ? തീർച്ചയായിട്ടും അല്ല. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അവിടെ ഇവർ കൊണ്ടുവന്നതിന്റെ ഒരു വർഗീയവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം ഇപ്പം അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്, അദ്ദേഹം ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ്, ചെറുകിട സംരംഭങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. ഷേഖ് ഹസീനയുടെ ഏറ്റവും വലിയ വിമർശനവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പരിഗണന, അവിടെയുള്ള അവരുടെ ഒരു എന്താ പറയുക, ഒരു നല്ല മുഖം, ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ ഒരു മുഖമായിരുന്നു ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിരുന്നെങ്കിൽ ആ മുഖമാണ് മുഹമ്മദ് യൂനിസ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യം, ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് കയറി പ്രതികരിച്ചൂടെ, ഇന്ത്യക്ക് കയറി പ്രസ്താവന നടത്തിയൂടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ തെക്കേഷ്യയിലെ വ്യാപാര പങ്കാളിയാണ് ബംഗ്ലാദേശ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. നമ്മുടെ കരുണയും നമ്മുടെ സ്വഭാവവും നമ്മുടെ അംഗീകാരവും എല്ലാം വേണ്ട രാജ്യമാണ് ബംഗ്ലാദേശ്. ഒപ്പം ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നിരന്തരമായി കളികൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാലോ, ഷേഖ് ഹസീനയുടെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ടിരുന്നവർ, സിയ ഉൾപ്പെടെയുള്ളവർ ഭരണം നടത്തിയിരുന്ന സമയത്ത് അവരുടെ അന്ന് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായി അസ്ഥിരപ്പെടുത്തുന്ന വർഗീയവാദികൾക്കുള്ള സേഫ് ഹെവൻ, ഏറ്റവും ഉറച്ച സ്വർഗമായിരുന്നില്ലേ ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിലെ ഹൈഡൌട്ടുകൾ എന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് അവിടെ ഇപ്പൊ അങ്ങനെ പരിണമിക്കാൻ പോവുകയാണ്. ഇന്ത്യ എന്ത് ചെയ്യണം? അവിടെ ഒരു മിലിറ്ററി മൂവ്മെന്റ് നടത്താൻ പറ്റുമോ? അതോ പ്രധാനമന്ത്രിയുടെ പ്രസ്ഥാനം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അങ്ങനെ കടന്നു കയറി ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല നിലനിൽക്കുന്നത്. പഴയ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യമൊന്നുമല്ല ഇന്നത്തെ അന്തർദേശീയ വ്യവസ്ഥയിലുള്ളതെന്ന് മനസ്സിലാക്കണം. അവിടെ വ്യവസ്ഥാപിതമായൊരു ഭരണകൂടത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അടങ്ങുന്ന സംഘം തന്നെ, നമ്മുടെ പ്രത്യേകിച്ച് 6 പേരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അവരവിടുത്തെ ഭരണകൂടം മുഹമ്മദ് യൂനിസിനെ വെൽക്കം ചെയ്തു. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷേ എന്ന് കരുതി നമ്മൾ അടങ്ങിയിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതരുത്. കാരണം നമുക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ഇടപെടാൻ കഴിയും. അതിന് അധികം കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായ അസ്ഥിരപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭീകരവാദികളുടെ ഏറ്റവും വലിയ താവളമായി ഇന്നത്തെ അതായത് ഷേഖ് ഹസീനയുടെ പ്രതിപക്ഷ പാർട്ടികൾ BNP ഉൾപ്പെടെ ഭരിച്ചിരുന്ന സമയത്ത് അവർ പാകിസ്ഥാനേക്കാൾ വലിയ സ്വർഗമായിരുന്നു അവർക്ക് ബംഗ്ലാദേശിലെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അതിനെ തുടച്ചു മാറ്റാൻ ഷേഖ് ഹസീനയുടെ പിതാവും ഷേഖ് ഹസീനും രൂപം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ മുന്നോട്ട് അയച്ച പാർട്ടി പ്രസ്ഥാനം വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച സാഹചര്യം ബംഗ്ലാദേശിൽ നിലനിന്നുകൊണ്ടാണ് അവർ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി പോലെ പെരുമാറിയപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവർക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം അതാണ്. നമ്മൾ തിരിച്ചറിയുക, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശ താല്പര്യങ്ങളാണ് പ്രധാനം. ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കെട്ടുറപ്പിനും സുരക്ഷയ്ക്കും അവിടെ വേണ്ടത് ഷേഖ് ഹസീനയാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഏത് പ്രതിപക്ഷ പാർട്ടിക്കാണ് അതിനകത്ത് സംശയമുള്ളത്? അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അവർക്ക് വേണ്ടത് പിന്തുണ നൽകും. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്ന അവർ അധികാരം, നമ്മൾ പറഞ്ഞ വാക്കുകൾ, ജയശങ്കറും പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായി പരിശോധിക്കണം. അവർ പറഞ്ഞ എന്താ? അറ്റ് ദ മൊമെന്റ് വി വാണ്ട് ടു കൺസിഡർ ഹെർ എന്നാ പറഞ്ഞത്. ഈ നിമിഷം നമ്മൾ അവരെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഇന്ത്യയോട് അഭയം ചോദിച്ചു വന്നു. അവരൊരു പ്രധാനമന്ത്രി ആയിരുന്നവർ മറ്റൊരു സർക്കാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് അഭയം ചോദിച്ചു വരികയാണ്. നമ്മളല്ല വേറെ ആരാ കൊടുക്കേണ്ടത്? അതിനകത്ത് എന്താ ലീഗൽ പ്രശ്നം? നമ്മൾ കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? അടുത്ത അവിടെ വരുന്ന അധികാരത്തിലെത്തുന്ന സർക്കാരിനെ നമ്മൾ സ്വാഗതം ചെയ്തു. ഇനി കാത്തിരിക്കണം എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഈ വർഗീയ പ്രശ്നം ഇനിയിപ്പം ഈ ഒരു ചർച്ച വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഹിന്ദുക്കൾ എന്നല്ല, മൈനോറിറ്റികൾ. എൻ്റെ ഒരു വിദ്യാർത്ഥി ബംഗ്ലാദേശിൽ പഠിക്കുകയാണ്, ബംഗ്ലാദേശിൽ വന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു, അവൻ്റെ സഹോദരൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഈ വാർത്തകൾ അറിയാം. ഇപ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അവിടെ ഹിന്ദുക്കൾക്കെതിരെ അക്രമം അരങ്ങേറുന്നു, മൈനോറിറ്റീസിനെതിരെ ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് അറിഞ്ഞതിൽ എന്നുള്ളതിൽ വിഷമമുണ്ട്. കാരണം
എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊരു വാർത്തയായി കൊണ്ടിരുന്നത്. ഇപ്പോഴും നമുക്കറിയത്തില്ല ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നതെന്ന്. ചരിത്രം പഠിക്കാതെ അവിടെ നടക്കുന്ന മൂവ്മെന്റുകൾ എന്തോ അവിടുത്തെ ഹസീനയുടെ സ്വേച്ഛാധിപര പ്രവർത്തനങ്ങൾക്കെതിരെ ഉണ്ടായ വലിയ മൂവ്മെന്റ് ആണ് എന്നുള്ള തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വലിയ മൂവ്മെന്റ് അവസ്ഥ എന്താണെന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ബംഗ്ലാദേശ് വളരെ സാമ്പത്തികപരമായി ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. ശരിയാണ്, അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ വേണ്ട തരത്തിൽ ഷെയ്ഖ് ഹസീന പരിഗണിച്ചില്ല. സാമ്പത്തികപരമായ ഉന്നതമായ പുരോഗതി ഉണ്ടായ സമയത്തും അവിടെ തീർച്ചയായിട്ടും അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ശ്രമിച്ചില്ല, അവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശ്രമിച്ചില്ല. ഇതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണ് കിട്ടിയ അവസരം തീർച്ചയായിട്ടും ഒരു അവസരമായി അവിടുത്തെ തീവ്രവാദികൾ ഉപയോഗിക്കുകയും ആ തീവ്രവാദികൾ ഭംഗിയായി ബംഗ്ലാദേശിലെ മൈനോറിറ്റിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളെ കയ്യിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് തീവ്രവാദ തരമാണ് അവിടുത്തെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ നടത്തിയത്? അവിടുത്തെ രവീന്ദ്രനാഥ് ടാഗോറിനെ അനുസ്മരിപ്പിക്കുന്ന ധാരാളം സാധനമാണ്. 20 പള്ളികൾ, 20 ക്ഷേത്രങ്ങളാകെ, 20 അല്ല 200 അല്ല, അവിടുത്തെ ഗ്രാമങ്ങളിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇപ്പം ഞാൻ പറഞ്ഞ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. അവിടെയുള്ള ഉന്നത ജോലിയിലുള്ള സിവിൽ സർവീസ് ജോലിയിലുള്ള അവൻ്റെ സഹോദരനൊക്കെ ഇപ്പോഴും ഹൈഡ് ഔട്ടുകളിലാണ്, ഒളിച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ മാർഗമില്ല, കൊന്നുകളയും. അവരൊക്കെ അഭയം പ്രാപിച്ചിട്ടുള്ള അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അഭയം പ്രാപിച്ചിട്ടുള്ളത് അവിടെയുള്ള ചില ബ്രിഗേഡിയർമാരുടെയൊക്കെ വീടുകളിലാണ്. കാരണം വേറൊരു നിവൃത്തിയില്ല. നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ ബംഗ്ലാദേശിലെ പ്രാദേശിക അന്തരീക്ഷം വളരെ മോശമാണ്. അവിടെ മൈനോറിറ്റികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ ചാടിക്കേറി ഇന്ത്യക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമായി നിലനിൽക്കുകയാണ്. നമ്മുടെ പഞ്ചശീലത്വങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് നമ്മൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടില്ല എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ബോർഡർ വളരെ നന്നായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്ന് ധാരാളം അഭയാർത്ഥികൾ വരുന്നുണ്ട്. ധാരാളം ഹിന്ദു കുടുംബങ്ങൾ 100-300 കിലോമീറ്റർ അതിർത്തികളിലൊക്കെ വന്നിട്ട് കേണപേക്ഷിക്കുകയാണ്. പക്ഷെ നമുക്ക് നിർവാഹമില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നം അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ഇനി മറ്റൊരു കാര്യം കൂടി, ഈ സംഘടനകൾക്കൊക്കെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്താരാണ്? ഈ സംഘടനകൾ, ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ചില പ്രധാനപ്പെട്ട നമ്മൾ കേൾക്കാത്ത ചില സംഘടനകളുണ്ട്. ഹെഫാസത്തെ ഇസ്ലാമി, ഒന്ന് പഠിച്ചു നോക്കണം എന്താണതെന്ന്. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് ഛാത്ര ശിബിർ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. ഇതൊക്കെ എവിടെ നിന്ന് പൊട്ടിമുളിച്ച് വന്നതാണെന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി ബാക്കിയുള്ളതെല്ലാം നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതൊക്കെ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നതാണെന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കാലാകാലങ്ങളായി അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി അവരെ ട്രെയിൻ ചെയ്ത് തിരിച്ചെത്തിച്ച ഏറ്റവും വലിയ, അതായത് പാകിസ്ഥാൻ അവരെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് തിരിച്ചെത്തിക്കുകയും പല ചൈനീസ് ഔട്ട്ലെറ്റുകൾക്കും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുത്ത ഇസ്ലാമിക വർഗീയവൽക്കരണം നടത്തുന്ന ഭീകരവാദികളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിലെന്ന്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അവർ അമേരിക്കയുടെ പേര് പറയും, ചൈനയുടെ പേര് പറയും, കിട്ടുന്ന പേരുകളൊക്കെ പറയും. അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അവിടെ ലക്ഷ്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന സർക്കാർ എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഇഷ്ടമുള്ള സർക്കാരൊന്നും ആയിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ, അവരുടെ ഐലൻഡുകൾ, അവിടുത്തെ നേവൽ ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ ഷെയ്ഖ് ഹസീന ഉയർത്തിയ വെല്ലുവിളികൾ തീർച്ചയായിട്ടും അമേരിക്ക മറക്കുന്നതല്ല. പക്ഷേ അത്ര പെട്ടെന്ന് ചൈന എന്ന് കരുതി അമേരിക്ക അവിടുത്തെ സർക്കാരിനെ പൂർണ്ണമായും താഴെ ഇറക്കാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിനകത്തൊരല്പം അതിശോക്തിയുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്ക അവിടെ അങ്ങനെ ചെയ്താൽ അവിടെ ആരായിരിക്കും പിടിമുറുക്കുക എന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന രാഷ്ട്രമാണ് അമേരിക്ക. അവിടെ ഏറ്റവും ഈ ഫണ്ടമെന്റലിസ്റ്റ് ഫോഴ്സുകൾ അവിടെ പിടിമുറുക്കിയാൽ അത് അമേരിക്കയ്ക്ക് സുഖകരമായിരിക്കുമെന്നാണോ നമ്മൾ കരുതുന്നത്? അതോ പാവ സർക്കാരിനെ പോലെ അമേരിക്കയ്ക്ക് എല്ലാ കാര്യവും അവിടെ പ്രതിഷ്ഠിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് അസ്ഥിരപ്പെടണം എന്നുള്ളത് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ അവസരം അമേരിക്കയിലൂടെ അല്ല വന്നത്. ഇവിടെ ഷെയ്ഖ് ഹസീന ഇതൊക്കെ പറയുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കത്ത് പുറത്തു വന്നു, അത് പുറത്തു വന്നു, ഇത് പുറത്തു വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീന 2 വാക്ക് ഇതുവരെയും അമേരിക്കയാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞിരുന്നു അതിനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും തെളിവ് ഉൾപ്പെടെ അവരൊരിക്കലും പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ ഈ ഇസ്ലാമിക് ഛാത്ര ശിബിറിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ പങ്കെടുത്തുള്ള പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെയും ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ബംഗ്ലാദേശ് ഇൻ്റലിജൻസ് സംവിധാനം ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യമായി പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതേതര സ്വഭാവമുള്ള ബംഗ്ലാദേശിൽ നിന്നും, ഞാൻ പറഞ്ഞത് അന്നും ഭയങ്കര മതേതരവാദി എന്നൊന്നുമല്ല, പക്ഷെ മതേതര സ്വഭാവമുള്ള ഒരു ഐഡന്റിറ്റി, ഒരു സ്വത്വം ബംഗ്ലാദേശിന് തുടക്കത്തിൽ മുജീബുർ റഹ്മാൻ കൊടുത്തു. അത് തന്നെയാണ് അദ്ദേഹം വധിക്കപ്പെടാനുള്ള കാരണമായി മാറുന്നത്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 75 മുതൽ ഏതാണ്ട് 2011 വരെ പരിശോധിച്ചാൽ 29 തവണ മിലിറ്ററി അട്ടിമറി
ആക്രമിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ബംഗ്ലാദേശ്. നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. കേവലമായ ഏതെങ്കിലും ഒരാളുടെ അടിച്ചമർത്തൽ ഭരണം കൊണ്ട് സംഭവിക്കുന്നതല്ലത്. മറിച്ച് കാലാകാലങ്ങളായി അവിടുത്തെ സൈന്യം, ഇപ്പോൾ പാകിസ്ഥാൻ ആർമി അള്ള അമേരിക്ക നിയന്ത്രിക്കുന്നു എന്ന് പറയത്തില്ലേ, അതുപോലെ ഇവിടുത്തെ ആർമിയും അള്ളായും, ഈ അള്ള എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല, നമുക്കറിയാം മുസ്ലിങ്ങളെല്ലാം ഇവിടെ ആക്രമിക്കുന്നുണ്ട്, എന്നാൽ ബംഗ്ലാദേശിലെ എല്ലാ മുസ്ലിങ്ങളും മോശക്കാർ, അങ്ങനെയല്ല. അവിടെ എല്ലായിടവും കാണുന്നത് പോലെ ഒരു ഫണ്ടമെന്റലിസ്റ്റ് വിഭാഗം അവിടെ അത് രൂക്ഷമായി പ്രവർത്തിക്കുകയും അവിടുത്തെ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു കാര്യം ഇപ്പോഴും കുറിച്ചു വെച്ചോളൂ, വരുന്ന 6 മാസത്തിനുള്ളിൽ ഒന്നുകിൽ ഈ മുഹമ്മദ് യൂനിസ് രാജിവെക്കും, അല്ലെങ്കിൽ അദ്ദേഹം വർഗീയവാദിയായി മാറും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബംഗ്ലാദേശിൻ്റെ വരാൻ പോകുന്ന രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അയൽ രാജ്യം എന്ന നിലയിൽ നമ്മൾ തന്ത്രപരമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ബംഗ്ലാദേശ്. ഈ 3 ഘടകങ്ങൾ കൊണ്ടും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊഫസർ ഷാൻലി, ആരാണ് വഴിമാറ്റി വിട്ടത്? ആരുടെ കറുത്ത കരങ്ങളാണ് ഇതിന് പിന്നിൽ? അല്ല, ഇത് ഈ ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്നത് കഴിഞ്ഞ 1400 വർഷമായിട്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ജിഹാദി അക്രമത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അത് പല രൂപത്തിലും ഭാവത്തിലുണ്ട്. മുഗളന്മാരായി, കോൺഗ്രസ് ആയി, ഖിലാഫത്തായി, ലീഗായി, SDPI ആയി, TMC ആയി, അവാമി ലീഗായി, ഇതെല്ലാം സാധനം ഒന്ന് തന്നെ, ജിഹാദി ടെറർ. അതിന് പല ന്യായങ്ങളും പല കാര്യങ്ങളും പറയുന്നു. കർഷക സമരമാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ഖിലാഫത്ത് നടത്തി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. പാർട്ടീഷന്റെ സമയത്ത് റസാക്കർമാർ കൂട്ടക്കൊല ചെയ്തു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സനാതനത്തെ ഇല്ലാണ്ടാക്കുമെന്നായിരുന്നു ഇന്ത്യ അലയൻസ് UPAയുടെ വാഗ്ദാനം. കഴിഞ്ഞ ഇലക്ഷനിൽ സനാതനത്തെ ഇല്ലാണ്ടാക്കും. അത് ജൂൺ 4-ാം തീയതി തുടങ്ങാനിരുന്നതാണ്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഇച്ചിരി കുറഞ്ഞെങ്കിലും മോഡി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വന്നു. അപ്പൊ സനാതനത്തെ ഇല്ലാണ്ടാക്കുന്ന പരിപാടി ഇന്ത്യയിൽ നടത്താൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അയലോക്കത്ത് നടത്തി, ബംഗ്ലാദേശിൽ നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഹസീന അമ്മച്ചി എന്ന് പറയുന്ന കക്ഷി നശിച്ചു കിടന്ന ബംഗ്ലാദേശിനെ 15% ഗ്രോത്ത് ആക്കി നമ്മുടെ രാജ്യം പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ്. അവര് യാതൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ ഒരു കുറ്റാരോപണമില്ല, അഴിമതിയില്ല, ഒന്നുമില്ല. വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറഞ്ഞ് പിള്ളേരെ ഇളക്കി വിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ CIA NRCക്കും കർഷക സമരവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കൂട്ട് കുറെ വ്യാജ സമരങ്ങൾ ഉണ്ടാക്കി. ഇപ്പം ഇന്ത്യ അലയൻസിലുള്ള എല്ലാ കമ്പോണൻസും രഹസ്യമായിട്ട് ഈ സമരത്തിന് ബംഗ്ലാദേശിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം വിചാരിക്കണം, 1 കോടി ബംഗ്ലാദേശി വോട്ടർമാർ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് 100 സീറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 1 കോടി ബംഗ്ലാദേശികളാണ് നുഴഞ്ഞു കയറി ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിരിക്കുന്നത്. അത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇത് ഇന്ത്യക്കിട്ട് വെച്ച പണിയാണ്. പക്ഷെ അത് ഇവിടെ നടത്താൻ ഒരു പ്രതിപക്ഷത്തിന് ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവ് ഉള്ളത് കൊണ്ടാണ് അത് ബംഗ്ലാദേശിൽ നടത്തി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ ഇതിൽ ഇടപെടണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഭരണകൂടം ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. അവര് ഇടപെട്ടില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ 25% ബംഗ്ലാദേശികൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ന്യായമായിട്ട് നമുക്ക് അവിടെ ഇടപെടാം. 25% അവിടുത്തെ ലാൻഡ് പിടിച്ചെടുത്തിട്ട് ഇവര് തിരിച്ചു പോയാലേ കൊടുക്കുള്ളൂ എന്ന് പറയാം. പർട്ടിക്കുലർലി രംഗ്പൂർ സ്റ്റേറ്റും ചിറ്റഗോങ് സ്റ്റേറ്റും എമർജൻസി ആയിട്ട് ഇന്ത്യ പിടിച്ചെടുക്കേണ്ട സ്ഥലങ്ങളാണ്. കാരണം അവിടെ സംഭവിച്ചിരിക്കുന്നത്, ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് തന്നെയാണ്. തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. നല്ല തീവ്രവാദിയും ചീത്ത തീവ്രവാദിയും ഇല്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ഇപ്പൊ ന്യൂട്രലടിക്കുന്നതിന്റെ കാരണം ഈ പാകിസ്ഥാൻ ഉണ്ടാക്കിയ ലീഗും അവാമി ലീഗും ഈ വെൽഫെയർ, ബാക്കി ഇപ്പം അവിടെ ബംഗ്ലാദേശിൽ അലമ്പുണ്ടാക്കിയിരിക്കുന്ന ടീമുകളൊക്കെ പേര് മാറ്റാതെ ഒക്കെ ഇപ്പൊ UDF-ലും ഇന്ത്യ അലയൻസിലും ഉണ്ട്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പട്ടികാഷ്ടം 10 മുറിച്ചിട്ട് നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടവും ഇല്ല. ഈ ഇന്ത്യ അലയൻസിലുള്ളതും ബംഗ്ലാദേശിലും ഉള്ള ജിഹാദി എല്ലാം ഒന്ന് തന്നെയാണ്. 1947 മുമ്പ് ഇവരെല്ലാം ഒന്നായിരുന്നു. എന്നിട്ട് ഇപ്പൊ പേര് മാറ്റി, ഞങ്ങൾ മാറി, എന്നിട്ട് അവർ നമ്മളെ മതേതരത്വം പഠിപ്പിക്കുക. അതൊന്നും അല്ല കാര്യം. കാരണം ഇത് ഇന്ത്യയിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇന്ത്യ അലയൻസിന്റെ ഒരു ട്രയൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കണം, ക്രിസ്ത്യാനികളെയും ബുദ്ധന്മാരും അവിടെ കുറച്ചു പേരുണ്ട്, അവരെയും രക്ഷിക്കണം. ഇത് ഏറ്റവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇത് അടിച്ചമർത്തണം. അല്ലെങ്കിൽ ഇവര് ബംഗ്ലാദേശ് കൊണ്ട് നിർത്തത്തില്ല. ഇന്നലെ തന്നെ അതിന്റെ പടങ്ങൾ വന്നിട്ടുണ്ട്. വിശാല ബംഗ്ലാദേശ് എന്നും പറഞ്ഞ് ബംഗാളിന്റെ, ആസാമിന്റെയും ബീഹാറിന്റെയും ഒക്കെ ഭാഗങ്ങൾ ചേർത്ത് ഇന്ത്യയിലേക്ക് അക്രമം അയച്ചുവിടാനുള്ള പ്ലാനാണ് അവിടെ നടക്കുന്നത്. ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ചെയ്യേണ്ട കാര്യങ്ങൾ വ്ളാഡിമിർ പുടിൻ ചെയ്യുന്ന പോലെ ചെയ്യുക. വ്ളാഡിമിർ പുടിനെ ഉക്രൈൻ ഉപയോഗിച്ചു റഷ്യ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അയാൾ ആദ്യമേ കയറി അടിച്ചു. അതുകൊണ്ട് അയാൾ മിടുക്കനായിട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ അടി കിട്ടി അവർ തിരിച്ചടിച്ചു. അതുപോലെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണകൂടത്തെ ഒരു വ്യാജ സമരത്തിൽ കൂടെ അമേരിക്കയോ ചൈനയോ പാകിസ്ഥാനോ ഇന്ത്യ അലയൻസോ എല്ലാവരും കൂടി അട്ടിമറിച്ചു.
അതൊരിക്കലും ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഇന്നോ നാളെയോ എന്താണെങ്കിലും അവരെ തിരിച്ചെടുപ്പിക്കാനുള്ള നയം നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം ഇതേ പടി തന്നെയാണ് ഇവിടെയും ഈ ഫ്രാജിൽ 5 കിടന്ന് ഇന്ത്യയെ 10 വർഷം കൊണ്ട് സൂപ്പർ പവർ ആക്കിയ ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആലോചിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സംതൃപ്തിയുണ്ട്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടു, നജിബുള്ള കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലെ. അതായത് ആ ഒറ്റ കാര്യത്തിൽ മാത്രം സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ലോകത്തെ ഏത് രാജ്യം എടുത്താലും പൊളിറ്റിക്കൽ പിമ്പ് എന്ന് പറയുന്ന അതായത് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. അവരെ കെട്ടി തൂക്കിയിട്ടതിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം കാരണം ഇപ്പൊ ഒരു കാര്യമുണ്ട്, മോഡി കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല ചെയ്യപ്പെട്ടിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോളിറ്റ് ബ്യൂറോ ഒന്നും ട്വീറ്റ് പോലും ചെയ്തില്ല. പേടിച്ചിരിക്കുക. മോഡിജി ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരെ തിരുവനന്തപുരത്ത് മാൻഡ്രയ്ക്കൊക്കെ ഇതുപോലെ തൂങ്ങിക്കിടന്ന് ആടുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ. ഈ മോഡിജിക്ക് ഇപ്പൊ ഇപ്രാവശ്യം ഈ ജൂൺ 4-ാം തീയതി റിസൾട്ട് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇന്ത്യയിൽ തന്നെ കിടന്ന് ആടിയേനെ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ ഭരണം ഒരു സ്റ്റേബിൾ ഭരണം ഉള്ളതുകൊണ്ടാണ് ഇത് നടത്താത്തത് എന്ന് മാത്രമല്ല ഗവൺമെന്റ് കൃത്യമായ സമയത്ത് നടപടി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് നടപടി എടുത്തില്ലെങ്കിൽ അവരിങ്ങോട്ട് ഇതുകൊണ്ട് നിൽക്കത്തില്ല. ചിട്ടിക്കമ്പനി നടത്തിയവന് നോബൽ സമ്മാനം കൊടുത്ത് അവനെ തീവ്രവാദിയുടെ നേതാവാക്കി വെച്ചിട്ട് അവൻ മഹാനാണെന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ചിട്ടിക്കമ്പനി നടത്തിക്കൊണ്ടിരുന്നവനും ഈ നോബൽ പ്രൈസ്, ബുക്കർ പ്രൈസ്, പിന്നെന്താ മക്സസ്, ഇതെല്ലാം ഈ സായിപ്പന്മാര് ബാക്കിയുള്ള ആൾക്കാർക്ക് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇവിടുത്തെ തീവ്രവാദികൾക്കൊക്കെ പിന്തുണ കൊടുക്കുന്നതാണ്. ഇവിടെ ഒരുത്തനുണ്ട് നോബൽ സമ്മാനമൊക്കെ മേടിച്ചിട്ട് പമ്മി ഇരിപ്പുണ്ട്. ഇന്ത്യയിൽ കലാപം ഉണ്ടായി കഴിയുമ്പോൾ സൂത്രത്തിൽ വന്ന് പ്രധാനമന്ത്രിയാകാൻ അമർത്യ സെൻ ഇരിപ്പുണ്ട്. പിന്നെ കൂടെ അറിയോ, അതായത് ഇതൊന്നും ആരും മനസ്സിലാക്കാതെ ഒന്നുമല്ല. അതായത് ഇതിന്റെ മൊത്തം ആണിക്കല്ല് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പോ പിമ്പെടുത്താലും ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള എല്ലാ ഹിന്ദു ജനസൈഡിന്റെ ഉത്തരവാദിത്വം ഗാന്ധി, നെഹ്റു, കോൺഗ്രസ് തന്നെയാണ്. അത് ഖിലാഫത്ത് ഗാന്ധിയാണ് അവിടെ തുടങ്ങി വെച്ചത്. കോഴിക്കോട് എല്ലാ സ്ഥലത്തും അവരാണ് അവരെ വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഇതിന് കൃത്യമായ പ്രൊമോഷനും ഇന്റർനാഷണൽ റെക്കഗ്നീഷനും കൊടുക്കുന്നത് കോൺഗ്രസും ഇന്ത്യ അലയൻസും ആണ്. അതിനൊരു തർക്കമില്ല. അതുകൊണ്ട് അവരിവിടെ ഇപ്പം ടക്കിയ വലിച്ചോണ്ടൊന്നും കാര്യമില്ല. ഇവർ തന്നെയാണ് ഇവരത് ഇന്ത്യയിൽ ഇപ്പം 2021 മെയ് മാസത്തില് മമത റീഎലക്ട് ചെയ്യപ്പെട്ടപ്പം ഏകദേശം 10,000 ഹിന്ദുക്കളുടെ വീട് കത്തിക്കുകയും അത്രയും തന്നെ ബലാത്സംഗവും അക്രമവുമാണ് അവിടെ നടന്നത്. 100,000 ആൾക്കാർ ആസാമിലോട്ട് ഓടേണ്ടി വന്നു. അപ്പൊ ഇവര് ഈ ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്ടികളും ഈ ബംഗ്ലാദേശിൽ കാണിക്കുന്ന പരിപാടികൾ ഇവിടെയും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല ഡൽഹി കലാപം ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് ഇതിൻ്റെ അകത്ത് പങ്കില്ല എന്നോ പിന്തുണയ്ക്കുന്നില്ല എന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവര് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പപ്പു, പിങ്കി, മമ്മി ടീമുകളൊക്കെ മിണ്ടാണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഇവർ തന്നെയാണ് ഇതിന്റെ പുറകില്. ഇവരുടെ ആളാണ് അവിടെ കയറിയിരിക്കുന്നത്. ഈ നോബൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കുന്നത് ഇവരുടെ ആള് തന്നെയാണ്. പക്ഷെ ഇതിനൊരു കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാവും. അതിനകത്ത് ഒരു കാര്യം ഇനിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഭരണകർത്താക്കളും കൂടെ മനസ്സിലാക്കുക, ജിഹാദിക്കകത്ത് നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല. അതെല്ലാം ഒരേ ജിഹാദി. 1400 വർഷമായിട്ട് ഹിന്ദുവിനെ, സനാതന ധർമ്മത്തെ, ഇന്ത്യയും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ജിഹാദിയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നല്ലതും ചീത്തയും ഒന്നുമില്ല. നടപടി എടുക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ശക്തമായ നടപടി ബംഗ്ലാദേശില് ഈ 1400 വർഷം ബംഗാളിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾക്കിട്ട് ചെയ്ത ദ്രോഹത്തിന് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള രീതിയിൽ, അത് ന്യൂക്ലിയർ വേണേ ന്യൂക്ലിയർ, അല്ലാത്തത് വേണേ അല്ലാത്തത്, കൃത്യമായ സാധനം കൊടുത്തില്ലെങ്കിൽ ഇത് ഇന്ത്യയിലോട്ട് ഇത് പടരും. അപ്പൊ ഇത് കാരണം എനി മൊമെന്റ് ഇവർക്ക് ഇന്ത്യ അലയൻസിന് ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെ ജൂൺ 4-ാം തീയതി തന്നെ ഇത് ഇന്ത്യ നടന്നേനെ. ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ഇന്ത്യ നടക്കാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിലൊക്കെ ഇത് മറ്റു മീഡിയകൾ ഇത് പറയാത്തതും മറ്റു മീഡിയകൾ ഇതിനെ ഒതുക്കി വെക്കുന്നതും കോൺഗ്രസ്സുകാരൊക്കെ ന്യൂട്രടിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ ന്യൂട്രടിക്കുന്നതും ഞങ്ങൾക്ക് ഇത് പറ്റിയില്ലല്ലോ, അയലോക്കംകാരൻ ഇത് പറ്റിയല്ലോ എന്നുള്ള ഒരു കുഞ്ഞു ദണ്ണവും കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ഇത് നടക്കാത്തതിന്റെ ദണ്ണമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ട്വീറ്റിൽ കൂടെ ഇത് ഇത് കൂട്ടാം. എന്താണ് ഇന്ത്യ അലയൻസിന്റെ ജയറാം രമേശ്, മറ്റേ ഖുർഷിദ്, ഇയാള് യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന സലീം അഹമ്മദ്, അങ്ങനെയുള്ള പല ആൾക്കാര് ഇതിന്റെ അകത്ത് എക്സ്പെർട്ട്. ഞാൻ ഇവരുടെ എല്ലാം ട്വീറ്റ് കണ്ടു. ഇന്ത്യയിൽ ഇത് നടക്കാത്തതിന്റെ വിഷമമാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് നടത്താൻ മേലായിരുന്നോ? കോൺഗ്രസിനോട് ആര് പറഞ്ഞു? കോൺഗ്രസിന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ജൂൺ 4-ാം തീയതി നടത്തണമായിരുന്നു. അതിന്റെ മറുപടി ഗവൺമെന്റ് കാണിച്ചു കൊടുത്തേനെ. ഇവരിപ്പോ ഇരുന്ന് വിഷമിക്കുമൊന്നും വേണ്ട. കോൺഗ്രസ് എന്ത് അസംബന്ധ പറയുന്നത്?
കോൺഗ്രസ് അത് നമ്മൾ എന്താ സംബന്ധം പറയുന്നത്? ഇതാണ് ഇത് കോൺഗ്രസ് എന്താ സംബന്ധം പറയുന്നത്? സൽമാൻ ഖുർഷിദ് പറഞ്ഞതല്ലേ അഡ്വക്കേറ്റ് പി എം നിയാസ്? സൽമാൻ ഖുർഷിദ് നേതാവല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ധൈര്യം ഇറങ്ങുക. നിങ്ങൾ ഈ ആസാദിയായിട്ടൊന്ന് ഇറങ്ങി നോക്ക്. കേരൾ ബാങ്ക് ആസാദി വിളിച്ചതല്ലേ, പറ്റിയോ? ഇന്ത്യ കേരൾ ബാങ്ക് ആസാദി ആസാം ബാങ്ക് വിളിച്ചതല്ലേ, കിട്ടിയോ? എന്തെങ്കിലും അസംബന്ധം വിളിച്ച് പറയരുത്. ദയവേദി ഇതൊരു വേദിയാണ്, ജനാധിപത്യ വേദിയാണ്. വായ തോന്നിയൊക്കെ കോരൊക്കെ പാട്ട് എന്ന് പറഞ്ഞ പറയരുത്. നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ മര്യാദയും മാന്യതയും പുറത്തണം. മര്യാദയും മാന്യതയും പുറത്തത് പരം വീട്ടിലിരുന്ന് പറയേണ്ടവിടെ പറയരുത്. ഞാൻ വരാം താങ്കളിലേക്ക്. പ്രൊഫസർ ഷാലി കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇവർ ഈ ഒരു 20ഓളം കോൺഗ്രസ് നേതാക്കന്മാരുടെ ട്വീറ്റ് എടുത്ത് നോക്ക്, ഇന്ത്യ അലയൻസിന്റെ എക്സ് കാൻഡിഡേറ്റുടെ ട്വീറ്റ് എടുത്ത് നോക്ക്. ഇന്ത്യയിൽ ഇത് നടക്കാൻ പറ്റാത്തതിന്റെ ദണ്ണം മാത്രമാണ് അവരുടെ ട്വീറ്റിലുള്ളത്. ഞാൻ അവർക്ക് എല്ലാവർക്കും മറുപടി ഇട്ടു. ഇറങ്ങി ചേട്ടാ റോഡിലോട്ട്. ഗവൺമെന്റും റെഡിയാണ്, ഭരിക്കുന്ന കക്ഷി ഇവിടെ റെഡിയാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യത്തിലൊന്നും അല്ല ഭരിക്കുന്നത്. ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് ഭരിക്കുന്നത്. ഇത്രയും നാളായിട്ട് ജൂൺ 4 തുടങ്ങി ഇപ്പൊ 2 മാസമായി. ഇവിടുത്തെ പ്രതിപക്ഷം ഈ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ പ്രതിപക്ഷം ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ബംഗ്ലാദേശിലെ പ്രതിപക്ഷവും ഇത് തന്നെയാണ് ചെയ്തത്. ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷം ഇതുവരെ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് വായ്ത്താരി ഒന്നും ആരും പറയണ്ട. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇലക്ഷൻ റിസൾട്ട് അംഗീകരിക്കുക, അല്ലെങ്കിൽ റോഡിലോട്ടല്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി നോക്കുക. അതിന്റെ മറുപടി ഇന്ത്യൻ ഗവൺമെന്റ് തരും. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ കാര്യമാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രീ ആർ വി ബാബു, ഭാരതം എന്ത് നടപടി കൈക്കൊള്ളുന്നു അത് നോക്കിയിട്ടാവാം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മറുപടി പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാം. അതാണ് ശരി. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതല്ലേ അദ്ദേഹം നിങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ പിന്നെ ഞാൻ ഇരിക്കേണ്ട കാര്യമില്ല. അല്ല അഡ്വക്കേറ്റ് നിയാസ്, അല്ല ഞാൻ പറയാനുള്ളത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയട്ടെ. എനിക്ക് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണം. അത് കഴിഞ്ഞിട്ട് ബാബു പറയാം. ഞാൻ പറയാനുള്ളത് പറയണം. അല്ലാതെ നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും ആരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നെ ഇവിടെ വെറുതെ ഇരുത്താൻ നോക്കണ്ട. അടുത്ത ഊഴം ആർ വി ബാബുവിന്റേതാണ്. ഞാനിവിടെ ഒരു തവണ സംസാരിച്ചുള്ളൂ. ഒരു തവണ അങ്ങനെ പറഞ്ഞു പോകണം. പോയിക്കോ, താങ്കൾക്ക് അവസരം തരും. ഞാൻ കട്ടിയാണ്. അങ്ങനെയല്ല. അല്ലേ ഞാനിത് അയാൾ പറഞ്ഞതിനെതിരെ മറുപടി പറയണം. പറഞ്ഞിട്ട് മറുപടി പറയേണ്ടതാണോ പറയുന്നത്? ഒരു നിമിഷം പറയൂ അഡ്വക്കേറ്റ് നിയാസ്. പെട്ടെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ആർ വി ബാബു എത്ര മനോഹരമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ ഇടപെട്ടില്ലല്ലോ. മോഹനപിള്ള പറഞ്ഞല്ലോ, ഞാൻ ഇടപെട്ടില്ലല്ലോ. അവിടെ അനിൽകുമാർ എത്ര ഭംഗിയായി ഇന്ത്യ രാജ്യത്തെ വിഷയങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇവിടെ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ 2 തവണ ഞാൻ ഇടപെട്ടു. അപ്പൊ താങ്കൾ പറഞ്ഞു അതിന് മറുപടി എനിക്ക് പറയാമെന്ന്. ഒരു കാര്യം സ്റ്റാൻലി സെബാസ്റ്റ്യനോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് വലിയ വേദനയാണല്ലോ. ഇവിടെ ഒരു മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഒരു രാജ്യത്ത് പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിക്കുകയാണല്ലോ. മണിപ്പൂർ എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് എവിടെ 15 എണ്ണമാണ് ക്ഷേത്രങ്ങൾ പൊളിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വേദനയിൽ ഉൾക്കൊള്ളുകയാണ്. ആർ വി ബാബു പറഞ്ഞപ്പോൾ 400 ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാക്കി. ആയിരക്കണക്കിന് ആളുകൾ അവർ വിവസ്ത്രയാക്കപ്പെട്ടു. അവര് വീടുകളിൽ ഇന്നും പോകാതെ ഒരു കൊല്ലമായി അവർ പുറത്തു നിൽക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മുടെ രാജ്യത്ത് ഉണ്ടായപ്പോ ഈ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എവിടെയായിരുന്നു? സ്റ്റാൻലി സെബാസ്റ്റ്യൻ എവിടെയായിരുന്നു? ഞാനത് പറഞ്ഞോട്ടെ. അങ്ങയുടെ പേര് കൊണ്ട് വിചാരിക്കുന്നത് മണിപ്പൂരിന്റെ കഥ ഞാൻ 1400 വർഷമായിട്ട് ജിഹാദിയുടെ അക്രമം. പ്രൊഫസർ സ്റ്റാൻലി ഒരു നിമിഷം അദ്ദേഹം ഒന്ന് പറയട്ടെ. മറുപടി പറയാൻ താങ്കൾ പറഞ്ഞ പുലമ്പലിന്
താങ്കൾ പറഞ്ഞ പുലമ്പലിന് മറുപടി ഞാൻ പറയാം. പാകിസ്ഥാൻ ചോദിച്ചോടാ പുലമ്പിയത്, നിങ്ങളുടെ വല്യപ്പൻ മറുപടി പറയാം. പ്രൊഫസർ ഷാലി, ഒരു നിമിഷം, പ്ലീസ്. തന്റെ ഇടമുണ്ടെങ്കിൽ താങ്കൾ എന്റെ മറുപടി കേൾക്കൂ. ചോദിച്ചോട്ടെ ഒന്നും എനിക്ക് കേൾക്കണ്ട. ആവശ്യാർത്ഥ്യം ഉണ്ടെങ്കിൽ എന്റെ മറുപടി കേൾക്കൂ. പിന്നെയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ്. പ്രൊഫസർ ഷാലി പ്ലീസ്, പ്ലീസ് അതേ ഒന്ന് പറയട്ടെ, പ്ലീസ്. അഡ്വക്കേറ്റ് നിയാസ് തുടരാം, സമയമില്ല. ഇദ്ദേഹം പറഞ്ഞത് 1500 കൊല്ലം മുമ്പുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ 1500 കൊല്ലത്തേക്കൊന്നും പോകുന്നില്ല. ഒരു കൊല്ലം പിറകിലേക്ക് മണിപ്പൂരിൽ ഉണ്ടായ സംഭവങ്ങൾ, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായത്തോട് കാണിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക മമതയും ഹിന്ദു സമുദായത്തോട് കാണിക്കുമ്പോൾ പ്രത്യേക വിരോധവും ഒന്നും ഞങ്ങൾക്കില്ല. നിയാസ് പ്ലീസ്. ആര് മണിപ്പൂരിൽ ആരെ കത്തിച്ചു പറയൂ ഒന്ന്. ഞാൻ പറയാം. മണിപ്പൂരിൽ ഒരു വിഭാഗം ആളുകൾ പള്ളി കത്തിച്ചു, അത് കത്തിച്ചു. മെയ്റ്റിയും കുക്കിയും തമ്മിൽ ഞാൻ പറയാം, മെയ്റ്റിയും കുക്കിയും തമ്മിൽ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ പറഞ്ഞോട്ടെ ബാബു, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? മെയ്റ്റിയും കുക്കിയും തമ്മിലുണ്ടായിരുന്ന തർക്കത്തിൽ ഞാനത് പറഞ്ഞോട്ടെ. മെയ്റ്റിയും കുക്കിയും തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം 400 ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ്. അവിടെ അങ്ങനെ ചാമ്പലാവുമ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഹോദരിമാരെ വിവസ്ത്രയാക്കി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ അവിടേക്ക് കടന്നു പോകാൻ തയ്യാറായിട്ടില്ല. അവിടുത്തെ ഒരു ജനാധിപത്യ സംസ്ഥാന സർക്കാർ, ആ സർക്കാർ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ഭരണഘടനാപരമായി അത് അവരെ പിരിച്ചുവിട്ട് കേന്ദ്ര സേന ഇറങ്ങണം. ചെയ്തില്ല. ഇവിടെ ഇതേ സാഹചര്യങ്ങൾ അങ്ങ് പറഞ്ഞു കേക്ക്, ഞാൻ പറയാം, സാഹചര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു. ഇപ്പൊ അങ്ങ് പറയുന്നു ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ ഇനി എന്റെ ഊഴമാണ്. RV ബാബു തുടരാം. ട്രൈബൽ ഇനി എന്റെ ഊഴമാണ്. മണിപ്പൂർ സംഭവം 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല. മണിപ്പൂർ സംഭവം 2 വംശങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷം ഇതിലും വലിയ സംഘർഷമായിട്ട് 98-99 കാലഘട്ടത്തിൽ അങ്ങയുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് നടന്നിട്ടുണ്ട് നിയാസെ. ഇതിനേക്കാൾ കൂടുതൽ അക്രമങ്ങളും അത് പരിഹരിക്കാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അന്ന് പരിഹരിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. രണ്ട് ബാറ്ററി ഇട്ട റോബോട്ട് മൻമോഹൻ സിംഗ്, 2 ബാറ്ററി ഇട്ട റോബോട്ട് റിമോട്ട് നടന്നു. 10 വർഷം ഒന്നും ചെയ്തിട്ടില്ല. മൻമോഹൻ സിംഗ് മണിപ്പൂർ രണ്ട് ബാറ്ററി ഇട്ട റോബോട്ടിനെ വെച്ചിട്ട് സ്റ്റാൻലി പ്ലീസ് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ട് അതിനെ വർഗീയ കലാപമാക്കി അവതരിപ്പിച്ച് ക്രൈസ്തവരുടെ വോട്ട് തട്ടാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു നരേറ്റീവ് ഉണ്ട്. കേരളത്തിൽ നിങ്ങൾ നടത്തി, പക്ഷെ ക്രിസ്ത്യാനികൾ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്കതറിയാലോ, ക്രിസ്ത്യാനികളും ക്രൈസ്തവ പുരോഹിതന്മാരും നിങ്ങളുടെ ആ വാദഗതി തള്ളിക്കളഞ്ഞു. ഞാനത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അങ്ങ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അങ്ങ് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം പറഞ്ഞു, അഹിംസയെ കുറിച്ച് പറഞ്ഞു, കോൺഗ്രസ് നയിച്ചുകൊണ്ടിരുന്ന ആ അഹിംസാ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നത് 1984 സിഖ് കലാപമാണ് കോൺഗ്രസിന്റെ അഹിംസയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിഖ് കലാപം. നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഗുജറാത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ 2 ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ട കലാപം. നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റു പല കലാപങ്ങളെക്കാൾ 2-3 ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ട വംശീയ കലാപം, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത കലാപം. അപ്പോൾ അത് താങ്കളുടെ പാർട്ടിയുടെ അഹിംസാ സിദ്ധാന്തത്തിന്റെ വലിയ ഉദാഹരണമാണ്. താങ്കൾ ഇവിടെ പറഞ്ഞു കോൺഗ്രസിന്റെ മറ്റേ പ്രധാനമന്ത്രിമാർ അനുവർത്തിച്ച നയതന്ത്ര വിജയത്തെക്കുറിച്ച്. അങ്ങയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നയതന്ത്ര വിജയമാണ് ഇന്ന് ചൈനയുടെ കയ്യിലായി ഇരിക്കുന്ന 10,000-കണക്കിന് ഏക്കർ ഭൂമി. അങ്ങ് മറക്കരുത്. നെഹ്റു മരണത്തിന് വിധേയമായി അല്ലല്ല, ഞാൻ പറയട്ടെ.
ഞാൻ പറയട്ടെ അരുണാചൽ പ്രദേശിൽ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ബാബു. കണ്ണു തുറന്ന് കാണണം. 90,000 ചതുരശ്ര കിലോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ നിയാസ്, ഡോണ്ട് ഇന്റർഫിയർ പ്ലീസ്, ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. 90,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി അരുണാചൽ പ്രദേശിന്റെ അടക്കം നമുക്ക് നഷ്ടപ്പെടുത്തിയത് അങ്ങയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ്. അങ്ങയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ള സംവിധാനത്തിന് ഉത്തരവാദി. പാകിസ്ഥാന് അധീനതയിലായിട്ടുള്ള ഒരു കാശ്മീർ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളുടെ നയതന്ത്ര വിജയം. പോട്ടെ, ഞാൻ അതൊക്കെ പോയി. അങ്ങയുടെ പാർട്ടിയുടെ ആ പാർട്ടി കുടുംബത്തിലെ ഇളയ തമ്പുരാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ശ്രീലങ്കയിൽ പോയി അങ്ങയുടെ നയതന്ത്ര വിജയം ഉണ്ടാക്കിയത്. ആ ശ്രീലങ്കയിൽ അങ്ങയുടെ പാർട്ടി ഇടപെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ നയതന്ത്ര വിജയത്തിന്റെ ബലിയാടാണ് സാർ രാജീവ് ഗാന്ധിയുടെ മരണം. രാജീവ് ഗാന്ധി രക്തസാക്ഷിയായിട്ട് ഉണ്ടാക്കിയത് താങ്കളുടെ പാർട്ടിയുടെ നയതന്ത്ര വിജയം. അപ്പൊ അതുകൊണ്ട് നയതന്ത്ര വിജയത്തെക്കുറിച്ച് വല്ലാതെ അങ്ങ് നെളിക്കരുത് പ്ലീസ്. ഞങ്ങൾ ഇതൊക്കെ കാണുന്നവരാണ്, കണ്ടവരാണ്. ഇനി ഞാൻ പറയുന്നത്, ഈ തരത്തിൽ വലിയ തോതിലുള്ള അക്രമത്തിൽ അഭയാർത്ഥികളായി വരുന്നു. എവിടെ നിന്ന്? അങ്ങ് പറയുന്നു ഗാസയിൽ പ്രശ്നമുണ്ടായി, നിങ്ങൾക്ക് കുഴപ്പമില്ല. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായി, കുഴപ്പമില്ല. നിങ്ങൾ ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടായി വേദനിക്കുന്നു. സർ, അതെ, ഞങ്ങൾക്ക് ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്, ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്. അതിന്റെ കാരണം അവരൊക്കെ നമ്മുടെ സഹോദരന്മാരായിരുന്നു സർ. ബംഗ്ലാദേശിലെ ആളുകൾ, അത് മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ, പാകിസ്ഥാനിലെ ആളുകൾ മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ, അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ, ഇതെല്ലാം നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ലേ സാർ? അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് അല്ലല്ല അതുകൊണ്ടാണ് സാർ അവിടെ നിന്ന് ഓടി വരുന്നത്. ആളുകളെ ഓടിച്ചവർക്ക് ഒരു സെക്കൻഡ് സാർ, അതിന് മറുപടി പറയാം സാർ, ഞാനത് മറുപടി പറയാം പ്ലീസ്. അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ രാജ്യം തീരുമാനിച്ചു CAA നിയമത്തിലൂടെ, സിറ്റിസൺസ് അമെൻമെന്റ് ആക്ടിലൂടെ. എന്തിന്? ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ ഓടി അതിർത്തി പ്രദേശത്ത് നിൽക്കുന്നില്ലേ? 971 നിങ്ങൾ പറഞ്ഞില്ലേ 10 ലക്ഷം പേര് അഭയാർത്ഥികളായി വന്നു എന്ന്. അതിനുശേഷവും അതേപോലെ അഭയാർത്ഥികളായി വന്ന പെർസിക്യൂഷൻ കൊണ്ട്, റിലീജിയസ് പെർസിക്യൂഷൻ കൊണ്ട് അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാർ, ഇവർക്കൊക്കെ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചപ്പോ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ ഇരകൾക്കും വേട്ടക്കാർക്കും ഒരേ നീതി വേണം എന്ന് വാശി പിടിച്ചു. ഒരേ നീതി, ഇരകൾക്കും വേട്ടക്കാർക്കും ഒരേ നീതി വേണമെന്ന്. പൗരത്വ നിയമത്തിന്റെ പ്രസക്തി ഈ സമയത്ത് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഏതായാലും സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യയില് നമ്മൾ വലിയ തോതിൽ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിലും സമാനമായ സ്റ്റാൻലി സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ സർക്കാസം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായി. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കാണിച്ചത് ഇപ്പൊ മുഹമ്മദ് യൂനിസ് അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. ആരാ മുഹമ്മദ് യൂനിസ്? 2006 ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ നിയാസെ? മുഹമ്മദ് യൂനിസ് along with ജോർജ് സോറോസ് ആൻഡ് അരുന്ധതി റോയ്. കണ്ടിട്ടുണ്ടോ ചിത്രം? ഇവരൊക്കെ തമ്മിലുള്ള ആക്സിസ് എന്താണ്, നെക്സസ് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്ത് നമ്മൾ കണ്ടു ചൈനയിൽ, ശ്രീലങ്കയിൽ അട്ടിമറി, നമ്മൾ കണ്ടു അഫ്ഗാനിസ്ഥാനിൽ അട്ടിമറി, പാകിസ്ഥാനിൽ അട്ടിമറി, മാലിയിൽ അട്ടിമറി. ഈ അട്ടിമറിയൊക്കെ ജനാധിപത്യ രീതിയിലോ ജനങ്ങൾ തെരഞ്ഞെടുത്തതോ നീണ്ടകാലം ഭരിക്കുന്നതോ ആയ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ്. ആരാണ് അട്ടിമറിക്കുന്നത്? ഇപ്പോ ഈ ബംഗ്ലാദേശ് പരിഹരിക്കാൻ ഒരു ഇന്ത്യ ഗവൺമെന്റ് കഴിയണം. അങ്ങയുടെ ഗവൺമെന്റ് അത് കഴിയുന്നില്ല. അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ വലിയ അല്ല അതിന് കഴിഞ്ഞതുകൊണ്ടാണ് സാർ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു കർഷക സമരത്തിലൂടെ. ഡൽഹിയിൽ നിങ്ങൾ ശ്രമിച്ചില്ലേ കർഷക സമരത്തിലൂടെ? ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ? രാഹുൽ ഗാന്ധി പിന്തുണച്ചില്ലേ? ബാബു, ഇത് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഈ പ്രതിപക്ഷത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ഇന്ത്യയിൽ സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് സ്വന്തം സമുദായത്തെ സംരക്ഷിക്കാൻ നോക്കൂ.
സ്വന്തം ഇപ്പൊ പുള്ളി തന്നെ സമുദായത്തെ സംരക്ഷിക്കാനെങ്കിലും നോക്ക്. ഇവിടെ 1500 കൊല്ലത്തെ ചരിത്രത്തിൽ പറയണ്ട, ഒരു കൊല്ലം പിറകിലേക്ക് പോയാൽ മതി. സ്റ്റാൻലി ഒരു കൊല്ലം പിറകിലേക്ക് പോയാൽ മതി. സ്വന്തം സമുദായത്തെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വേണം. അതെങ്കിലും ബോധ്യപ്പെടണം. രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്. ഇത് സംഘപരിവാറിന്റെ അജണ്ടയുമായി അവിടെ എന്തെങ്കിലും കിട്ടുന്നത് അങ്ങ് വാങ്ങി മുന്നോട്ട് വെച്ച് ഈ രാജ്യത്തിൽ ചർച്ച ചെയ്യും. പ്രൊഫസർ ഷാലി ഒറ്റ മിനിറ്റ് ഒരു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രൊഫസർ ഷാലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ ഡോക്ടർ മോഹൻ പിള്ള അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ മോഹൻ പിള്ള, പെട്ടെന്ന്, സമയമില്ല, അതുകൊണ്ടാണ്. അനിൽ നമ്പ്യാർ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. അതായത് അരി എത്രാന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നും പറഞ്ഞ ചർച്ച വഴിതിരിച്ച് വീണ്ടും ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് തന്നെ വന്നിരിക്കുന്നു. ഞാൻ ചർച്ചയിൽ വന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ബംഗ്ലാദേശിന്റെ ഇഷ്യൂ ചർച്ച ചെയ്യാനുമാണ്. അപ്പോൾ നമ്മളുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനകത്ത് വീണ്ടും ലോക്കൽ പൊളിറ്റിക്സും അതുപോലെ തന്നെ ആ ഒരു രീതിയിലോട്ട് വന്നിട്ട് പശുവിൻ്റെ കഥ പറയാൻ പറയുമ്പോൾ പശുവിനെ കൊണ്ട് മരത്തെ കെട്ടിയിട്ട് മരത്തിനെ കുറിച്ചിട്ട് കഥ പറയുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് അത് ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് എനിക്കത് തോന്നുന്നില്ല. ഇൻ ഫ്യൂച്ചർ അറ്റ്ലീസ്റ്റ് യു ഷുഡ് പ്ലീസ് ടേക്ക് കെയർ. ഒരു റിക്വസ്റ്റ് ആണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റൗണ്ട് അടിച്ച് വീണ്ടും ആ ഒരു പൊളിറ്റിക്സിലോട്ടാണ്. നമ്മൾ ഹെൽത്തി ഡിസ്കഷൻ ആയിരുന്നു ഒരു എബോവ് ഹാഫ് വന്നിട്ടുള്ളത്. ഡോക്ടർ മോഹൻ പിള്ള, അല്ല, സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ടാവും, പ്രതികരണങ്ങളുണ്ടാവും, ഡിബേറ്റ് ആണല്ലോ. അപ്പോൾ ശരിയാണ്, താങ്കൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. എന്തായാലും ഷെയ്ഖ് ഹസീനയും അതുപോലെ അവരുടെ പാർട്ടിയായ അവാമി ലീഗിനോടുള്ള അമർഷവും രോഷവും പ്രതിഷേധവും ജനാധിപത്യപരമായ മാർഗത്തിൽ പ്രകടിപ്പിക്കാം. പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരെയും ബുദ്ധിസ്റ്റുകളെയും ക്രൈസ്തവരെയും ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് അതിർത്തി കടന്നുള്ള നിർലോഭമായ പിന്തുണ കിട്ടുന്നുണ്ട്. അവർ ആരാണെന്ന ഊഹാപോഹങ്ങൾ മാറ്റിവെച്ച് ആ ക്ഷുദ്രശക്തികളെ കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗാസക്കും ഹമാസിനും വേണ്ടി ഇങ്ങ് കേരളത്തിലിരുന്ന് കരഞ്ഞവരുടെ തനിനിറവും ഇരട്ടത്താപ്പും ഇനിയെങ്കിലും വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.